വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. യോന്തഃപ്രവിശ്യ മമ വാചമിമം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഭള്ളുള്ളിലഴാത്ത നിർമ്മലതയും നിസ്വാർത്ഥമാം ഭക്തിയും ഉള്ളിൽ പെയ്തലിഞ്ഞ ഭഗവൽ സപ്താഹ പീയൂഷവും തള്ളിത്തള്ളി നിറഞ്ഞുയർന്ന അമൃതമാം സത്കീർത്തി തന്മൂർത്തിയാം മല്യോർ ശങ്കര വിപ്രവർയ സുകൃതം തുഭ്യം നമസ്തേ നിശം. സദ്ഗുരുഭ്യോ നമഃ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമസ്കാരം എല്ലാവർക്കും. പതിവ് പോലെ നമ്മുടെ ഉപക്രമം അല്ലേ, എന്തൊക്കെയാണ് നമ്മളുടെ ഭാഗവത ഗ്രന്ഥത്തിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ നമുക്ക് വേണ്ടതായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഭക്തി ഉണ്ടാവുക, പിന്നെ നീതിയോടുകൂടി കേൾക്കുക, സദാചാരത്തോടുകൂടി കേൾക്കുക. എന്താണ് ഭക്തി എന്ന് പറഞ്ഞാൽ? തുറന്ന മനസ്സോടുകൂടി അല്ലേ, ശുദ്ധമായിട്ട് നമ്മളുടെ ഗാർഹികമായിട്ടുള്ള പല ഉത്തരവാദിത്വങ്ങളും നമ്മളുടെ ഉള്ളിലുണ്ട് എല്ലാവരുടെയും.
പല രീതിയിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ട് നമ്മൾ ഇന്ന് മനസ്സ് കലുഷിതമാണ് ശരിക്കും. അപ്പോൾ ആ കുറച്ച് നേരത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഉള്ളിലുള്ള ഭാരങ്ങളെയൊക്കെ ഒന്ന് താത്തി വയ്ക്കാം. മൂഢമായിട്ട് നമ്മൾ ചിന്തിക്കുന്നതാണ് ഈ അല്ലേ എല്ലാ ഭാരങ്ങളും നമ്മളുടെ തലയിലേക്ക് എടുത്തു വയ്ക്കുന്നത്. എന്തിനാണ് എടുത്തു വയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല. തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ചുമട് താഴെ വയ്ക്കാതെ അതും ചുമട് എടുത്ത് കൈ പിടിക്കുന്നത് പോലെ നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത ഭാരങ്ങളെ മുഴുവൻ നമ്മൾ തലയിലേറ്റിക്കൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ തലയിലേറ്റി നടക്കുമ്പോൾ എന്തായി, നമ്മുടെ ഉള്ളിൽ കുറച്ച് ഭാരം കൂടുകയാണ്. എന്തിൻ്റെ ഭാരം? അഹം എന്നുള്ളൊരു ഭാവം കൂടുകയാണ്. അപ്പോൾ ഈ അഹം എന്നുള്ളൊരു ഭാവം കൂടുന്നത് കൊണ്ടാണ് നമുക്ക് അതിൻ്റേതായിട്ടുള്ള പരിണിത ഫലമായിട്ടുള്ള കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യാദികൾ നമ്മളുടെ ഉള്ളിൽ വന്ന് കൂടുന്നത്. അപ്പം നമുക്ക് കുറച്ച് നേരത്തേക്ക് എന്തായാലും അതൊന്നും നമുക്ക് വേണ്ട അല്ലേ. ഭാഗവതത്തിന് മുമ്പിലേക്ക് വരുമ്പോൾ അതൊന്നും നമുക്ക് വേണ്ട, അതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ എന്താണ് വേണ്ടത്? നീതി. മനസ്സ് നമ്മൾ പറഞ്ഞു അല്ലേ, 6 ഭാര്യമാര് പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഇന്ദ്രിയങ്ങളെ മുഴുവൻ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഭാഗവത സ്വരൂപിയായിട്ടുള്ള ഭഗവാന്റെ മുമ്പിലേക്ക്, അല്ലെങ്കിൽ ഈ സദ്വാക്യങ്ങളിലേക്ക്, തത്വങ്ങളിലേക്ക് ആ മനസ്സിനെ കൊണ്ടുവരണമെങ്കിൽ മറ്റ് ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള എല്ലാം കേൾക്കുന്നത് എന്തായിരിക്കണം? കേൾക്കുന്നത് ഭാഗവതമായിരിക്കണം. കാണുന്നത് എന്തായിരിക്കണം? ആ ഭാഗവത സ്വരൂപിയായിട്ടുള്ള കൃഷ്ണനെ കാണുന്നതായിട്ട് തന്നെ അതിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കണം. ആ ഗ്രന്ഥത്തിലൂടെ, ആ ഗ്രന്ഥത്തിൻ്റെ അക്ഷരത്തിൻ്റെ ഓരോ അക്ഷരത്തിൻ്റെയും പുറകിൽ ആ കണ്ണൻ ഒളിച്ചിരിപ്പുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കണം. ഭാഗവത ഗ്രന്ഥം എടുക്കുമ്പോൾ, നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഓരോ അക്ഷരങ്ങളുടെയും പുറകിൽ ഭഗവാൻ നിൽക്കുന്നു അല്ലേ. നമ്മൾ അതിനൊരു ഉദാഹരണമൊക്കെ പറഞ്ഞു, അങ്ങനെ ഓർക്കാൻ വേണ്ടിയിട്ട്. എന്തായിരുന്നു? നാരായണ എന്ന് പറഞ്ഞു അല്ലേ. നാരായണ എല്ലാത്തിൻ്റെയും കൂടെ അകാരമുണ്ട്, എല്ലാ അക്ഷരത്തിൻ്റെയും കൂടെ. അത് ഇംഗ്ലീഷിൽ എഴുതിയാലും അതുപോലെ തന്നെയാണ്. NARA YANA അല്ലേ. എല്ലാത്തിൻ്റെ കൂടെ ആ എ ഉണ്ട്. ഭഗവാന്റെ അക്ഷരം അല്ലേ, അകാരം ഉണ്ട്. അതുപോലെ ഓരോ അക്ഷരങ്ങളിലും ഭഗവാൻ ഒളിച്ചിരിപ്പുണ്ട്. അങ്ങനെ ആ ഓരോ അക്ഷരങ്ങളിലും ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടാവണം എൻ്റെ കണ്ണ്. പിന്നെയോ അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നമുക്ക് അതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ മനസ്സ് പൂർണ്ണമായിട്ടും എന്താവും? പൂർണ്ണമായിട്ടും ആ ഭാഗവത തത്വങ്ങളിലേക്കാകും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മളുടെ ആ ഇപ്പോൾ ഉള്ള നമ്മളുടെ ചിന്തകളെയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാൻ സാധിക്കും. അത് തന്നെ മാറിക്കോളും ഇതിലേക്ക് വരുമ്പോൾ അല്ലേ. ഓക്കെ, പിന്നെ എന്താണ് നമുക്ക് വേണ്ടത്? ഇനി വേണ്ടത് നമുക്ക് ഈ ഏത് ഭാഷയാണ് നമ്മൾ എടുക്കുന്നതെന്നാണ് പറയാറ് അല്ലേ. ആ ഭാഷ ഏതാണ്? ആധ്യാത്മിക ഭാഷ ആണ് നമുക്ക് വേണ്ടതായിട്ടുള്ളത്. ആ ആധ്യാത്മിക ഭാഷ ആണ് നമ്മുടെ ഈ ഭാഗവതത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത്. എന്താണ് ആധ്യാത്മിക ഭാഷ എന്ന് പറഞ്ഞത്? അത് ഈ ഭാഗവതത്തിൻ്റെ തത്വങ്ങളെ നമുക്ക് വേണ്ട രീതിയിൽ ജീവിതത്തിലേക്ക് നമുക്ക് പകർത്താൻ സാധിക്കണം. ആ രീതിയിൽ നമുക്ക് ഈ ഭാഗവതത്തിൻ്റെ ആ രീതിയിലേക്ക് നമുക്ക് എടുക്കാൻ സാധിക്കണം. തത്വങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ. ഓക്കെ, പിന്നെയോ ഇപ്പം ഇത്രയും കാര്യമാണ് നമ്മൾ ഉപക്രമമായിട്ട് പറയാറ്. ദിവസവും ഈ ഒരു ഉപക്രമത്തിലൂടെ നമ്മൾ തയ്യാറാവണം. ആ ഭാഗവത രസം ആസ്വദിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുന്നത് ഈ ഒരു രീതിയിലൊന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ലേശമെങ്കിലും നമുക്കൊന്ന് അതിലേക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ അല്ലേ. നമ്മളിപ്പോൾ 4-ാമത്തെ അധ്യായമാണ് ഇപ്പോൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് 4-ാമത്തെ അധ്യായത്തിൽ നമ്മളിപ്പോൾ അനുസ്മരിക്കുന്നത്? 4-ാമത്തെ അധ്യായത്തിൽ
ആ ചോദ്യങ്ങൾ അല്ലേ, ചോദ്യങ്ങൾ ചോദിച്ചു നമ്മൾ. അപ്പോൾ ആ ചോദ്യങ്ങൾ മൂന്നാല് ചോദ്യങ്ങളാണ് ശൗനകാദികൾ നിരത്തിയത്. എന്തൊക്കെയായിരുന്നു ചോദ്യങ്ങൾ? കസ്മിൻ യുഗേ പ്രവൃത്തേയം സ്ഥാനവാക്കേന ഹേതുന. സൂത, ഇങ്ങനൊരു വലിയൊരു മഹത് സംഘത്തിലൂടെ ഈ ഗ്രന്ഥത്തെ അപഗ്രഥിച്ചതായിട്ടുള്ള ഏത് യുഗത്തിലാണ് അത് നടന്നത്? എവിടെ വെച്ചാണ് നടന്നത്? എന്താണ് ആ കൃഷ്ണൻ എന്ന് പേരായിട്ടുള്ള വേദവ്യാസന് ഈ ഒരു ഗ്രന്ഥത്തെ രചിക്കാനുണ്ടായതായിട്ടുള്ള പ്രചോദനം എന്താണ്? കുത സംചോദിത കൃഷ്ണ അല്ലേ, എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചത്. അപ്പം അതിലൂടെ, ആ ചോദ്യങ്ങളിലൂടെ തന്നെ നമ്മൾ ആ ശൗനകാദികളുടെ മഹത്വം, സൂതപൗരാണികന്റെ മഹത്വം, പിന്നെയോ വേദവ്യാസന്റെ മഹത്വം, ശ്രീശുഖബ്രഹ്മർഷിയുടെ മഹത്വം, ഭാഗവതത്തിൻ്റെ മഹത്വം അല്ലേ, ഇതൊക്കെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു 3 പ്രതിഭാ സംഘങ്ങളാണ് ഇതിലുള്ളത്. അതിൽ സൂത ശൗനകന്മാർ ആരാണെന്ന് ഇനി വ്യക്തമായിട്ട് നമ്മൾ അധികം വിസ്തരിക്കേണ്ട. ഗംഭീരമായിട്ടുള്ള, നമ്മൾ പോലും ചിന്തിക്കാത്തതായിട്ടുള്ള ആൾക്കാരാണ് ഈ ശൗനകാദികൾ എന്ന് പറയാണ്. വേദങ്ങളും വേദാംഗങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള മുണ്ടകോപനിഷത്തിലെ അങ്കിരസ മഹർഷി ഈ ശൗനകാദികൾക്കാണ് അവിടെ ആ വേദതത്വങ്ങൾ, ഉപനിഷത്ത് തത്വങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ സൂതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഗ്രശ്രവസ്, ഭഗവാനിൽ നിന്ന് അല്ലെ, ബലഭദ്രസ്വാമിയിൽ നിന്ന് നേരിട്ട് ആ ഭാഗവതത്തെ ഉപദേശം കിട്ടി പറഞ്ഞു കൊടുത്തതാണ്. അപ്പം ഭാഗവതം വന്നു എവിടുന്നാണ്? ഭഗവാനിൽ നിന്ന് വന്നതാണ് ഭാഗവതം. ആ ഭഗവാനിൽ നിന്ന് വന്ന ആയിട്ടുള്ള ഭാഗവതത്തെ നമ്മൾ ആ ഭഗവാനിൽ നിന്നും വന്നതായിട്ടുള്ള ഭാഗവതത്തെ വേണ്ട രീതിയിൽ എന്താണ് ആ ഭാഗവതം നേരെ ഭഗവാനിൽ നിന്നും വന്നതുകൊണ്ടാവാം ഈ ഭാഗവതത്തിന് ഇത്രയോ ഒരു പ്രാധാന്യം കിട്ടാൻ കാര്യം. കാരണം ഭാഗവതത്തിന് മാത്രമേ ഉള്ളൂ ശ്രീമദ് എന്നുള്ളൊരു വിശേഷണം അല്ലെ. ഈ വിഷ്ണു അല്ലെങ്കിൽ ഈ ശ്രീമദ് ഭാഗവതത്തിന് മാത്രമേ അങ്ങനെയുള്ള ഒരു ശ്രീമദ് എന്നുള്ളൊരു വിശേഷണം, ആ വിശേഷണം തന്നെ ഒരു പ്രത്യേകത തന്നെയാണ്, സംശയമില്ല. അതൊക്കെ എന്താണ്? പ്രത്യക്ഷ കൃഷ്ണയേവഹി എന്ന് തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക്. അപ്പം അങ്ങനെ നാരായണ നാരായണ നാരായണ. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഭാഗവതത്തിന് ഇത്ര പ്രാധാന്യം എന്ന് പറയുകയാണ്. ആ ഉഗ്രശ്രവസ് അപ്പം നേരിട്ട് ബലഭദ്രസ്വാമിയുടെ നിന്നും ഉപദേശം മേടിച്ച ആളാണ് ഉഗ്രശ്രവസ്. അപ്പം ഉഗ്രശ്രവസിൻ്റെ മഹത്വം നമ്മൾ പറഞ്ഞു. പിന്നെ വേദവ്യാസ മഹർഷിയുടെ മഹത്വം, ശ്രീശുഖബ്രഹ്മർഷിയുടെ മഹത്വം, ഇതൊക്കെ എത്ര ഗംഭീരമായിട്ട് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് ഇനി പരീക്ഷത്തിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മളുടെ സമയമായത് അല്ലേ. അങ്ങനെയാണ് ഇന്നത്തെ അനുസ്മരിച്ചത്. ഇനി നമ്മൾ 3 ചോദ്യങ്ങൾ ഇന്നലെ ചോദിച്ചു. ചോദ്യങ്ങൾക്ക് കമൻസ് തീരെ കുറവാണ്. ഇതിൽ ഇന്ന് 2-3 പേര് എന്തായാലും അതിനനുസരിച്ച് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു നമ്മൾ ഇന്നലെ ചോദിച്ചിരുന്നത്? ആദ്യത്തെ ചോദ്യം ഈ ഏകാന്തമതിഹി എന്നുള്ളൊരു വാക്കിൻ്റെ അർത്ഥമാണ് ചോദിച്ചത് അല്ലേ. ഏകാന്തമതി ഉന്നിദ്രോ ഗൂഢോ മൂഢ ഇവേയത്തെ. ഏക അന്തമതിഹി, മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി. ഒരേ ഒരു ബുദ്ധി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശ്രീശുഖബ്രഹ്മർഷിക്ക് എന്ന് പറയാണ്. എന്തായിരുന്നു ആ ബുദ്ധി? ഈശ്വര തത്വത്തെ ഉറപ്പിച്ച ആ ശ്രീശുഖബ്രഹ്മർഷിയെ സംബന്ധിച്ചിടത്തോളം മായയിൽ ഒട്ടും പെടാതെ ലോകം മുഴുവൻ, ലോകമേ
എന്നുള്ള രീതിയിൽ ഒരേ അല്ലേ എന്താണ് നാണത്തെ മറച്ചു. എന്നാൽ ശ്രീ ശുഖബ്രഹ്മർഷി വന്നപ്പോൾ എന്താണ്, അവർക്ക് മറയ്ക്കണമെന്ന് തോന്നിയില്ല എന്ന് മാത്രം, അത് അത്രയും മാത്രമേ അവിടെ എഴുതി വെച്ചുള്ളൂ. അതായത് വേദവ്യാസ മഹർഷിക്ക് സ്ത്രീ പുരുഷ ഭേദം അവിടെ ഉണ്ട് എന്ന് അതിൽ നിന്നും അങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത്. അങ്ങനെയാ. അപ്പം ഞാൻ ഉദ്ദേശിച്ച ഒരു ആൻസർ എനിക്ക് കിട്ടിയില്ല. കാരണം എന്താണ്, വേദവ്യാസ മഹർഷിയെയും ശ്രീ ശുഖബ്രഹ്മർഷിയെയും ആ മഹത്വം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ശ്ലോകമെങ്കിലും ശ്രീ ശുഖബ്രഹ്മർഷി അല്ലേ വേദവ്യാസ മഹർഷിയെക്കായാലും ഉയർന്ന പടിയിലാണ് എങ്കിൽ ആ പോയ സമയത്ത് വേദവ്യാസ മഹർഷി ശിഷ്യന്മാർക്ക് ഭാഗവതം ഉപദേശിച്ച സമയത്ത് ഈ ഉയർന്ന പടിയിൽ നിന്ന, ഉയർന്ന തലത്തിൽ നിന്ന ശ്രീ ശുഖബ്രഹ്മർഷി ആ വേദവ്യാസ മഹർഷിയെ വന്ന് നമസ്കരിച്ചിരിക്കുന്നു എന്ന് പറയാണ് അല്ലേ. ദശമസ്കന്ധത്തിലെ ഒരു ശ്ലോകം കേട്ടതോടുകൂടി ബരിഹാപീഠം നടവരവപു, ആ വേണുഗോപാല മൂർത്തിയായിട്ട് നിൽക്കുന്ന ആ ഭഗവാന്റെ ആ സ്തുതി കേട്ടതോടുകൂടി വേദവ്യാസ മഹർഷിയുടെ അടുത്ത് ആര് വന്നു, ഈ ശ്രീ ശുഖബ്രഹ്മർഷി വന്ന് നമസ്കരിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ആർക്കാണ് കേമത്വം? വേദവ്യാസ മഹർഷിക്ക് തന്നെയാണ് അല്ലേ. അതിൽ നിന്ന് നമ്മളൊരു പാഠം പഠിച്ചു. എന്താണ്, ഏത് ഗ്രന്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാലും അതിൻ്റെ മുകളിലാണ് അച്ഛനമ്മമാരുടെ അനുഗ്രഹം. വിദ്യാ വിനയസമ്പന്നേ, നമ്മൾ ഇന്നലെ പറഞ്ഞു അത്. അപ്പോ ഇവിടെ വേദവ്യാസ മഹർഷിയും ഒട്ടും പറയില്ലല്ല, ശ്രീ ശുഖബ്രഹ്മർഷിയും ഒട്ടും പറയില്ലല്ല. ഇനി ഈ ഒരു ശ്ലോകം കൊണ്ട് മനസ്സിലാക്കേണ്ടത് എവിടെയാണ്? ഭാഗവതത്തിന്റെ മഹത്വമാണ് അല്ലേ. അവിടെ വേദവ്യാസ മഹർഷിയുടെയോ ശ്രീ ശുഖബ്രഹ്മർഷിയുടെയോ മഹത്വം അല്ല ആ ശ്ലോകത്തിൽ പറയുന്നത്. ഒളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തിന്റെ മഹത്വമാണ് ആ ശ്ലോകത്തിലൂടെ പറയുന്നത്. നമ്മൾ ആ രീതി ചിന്തിക്കണം അല്ലേ. ആലോചിച്ച് നോക്കൂ, വേദവ്യാസ മഹർഷി തന്നെയാണ് ഈ ശ്ലോകം എഴുതിയത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ ശ്ലോകം വന്നത്? ഇവിടെ ഈ ഭാഗവതത്തിന് അത്ര കണ്ട് മഹത്വം ഉണ്ട് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. സമദൃങ് നിർവികൽപ്പക, നിർവാണ സമാധിയിലായിട്ടുള്ള ശ്രീ ശുഖബ്രഹ്മർഷിക്ക് പോലും ആ ഭാഗവതത്തെ ആസ്വദിക്കാൻ തോന്നി എന്ന് പറയുമ്പോൾ ഭാഗവതത്തിനാണ് അവിടെ മഹത്വം അവിടെ. ഓക്കെ, പിന്നെ തദ്വീക്ഷ്യ പൃച്ഛതിവിനോ ജഗതുസ്തവാസ്തി ശ്രീ പുംഭിത, അത് കഴിഞ്ഞു. അപ്പം ഇനി മൂന്നാമത്തെ, ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിലെ ഭാഗവതത്തിന്റെ മഹാത്മ്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ രീതി പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇന്നൊരു അഭിപ്രായമുണ്ട്. എന്താണ്, ഒറ്റ വാക്കിലുള്ള ചോദ്യം മാത്രം തിരുമേനി ഇട്ടാൽ മതി എന്ന് പലരും എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി നമുക്ക് അങ്ങനെ നോക്കാം, ഒറ്റ വാക്കിലുള്ളത് കിട്ടുമെന്ന് നോക്കാം. പിന്നെ മൂന്നാമത്തത് ഗജസാഹ്വയം എന്നുള്ളത് എന്താണെന്ന് ചോദിച്ചത്, അതും എല്ലാവരും ശരിയായിട്ട് ആൻസർ ചെയ്തു. ഹസ്തിനപുരം എന്നുള്ളത് ആൻസർ ചെയ്തു. പിന്നീട് നമ്മൾ 9ാമത്തെ ശ്ലോകം വരെയാണ് ഇന്നലെ പറഞ്ഞത്. പരീക്ഷിത്ത് രാജാവ് അല്ലേ, അഭിമന്യു സുതം സൂത പ്രാഹുർ ഭാഗവതോത്തമം തസ്യ ജന്മ മഹാശ്ചര്യം കർമാണിച്ച ഗൃണീഹിന. അതിൽ നമ്മളൊരു ചെറിയൊരു സൂക്ഷ്മാർത്ഥം ഇന്നലെ പറഞ്ഞു അല്ലേ. ആരാണ് അഭിമന്യു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ആരാ അഭിമന്യു? മനസ്സിൻ്റെ പ്രതീകമാണ് അഭിമന്യു. മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളിലെ ആ മനസ്സ് ആണ് അഭിമന്യുവിൻ്റെ സ്ഥാനം. അപ്പം അഭിമന്യുവിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മനസ്സിൽ നിന്നും ഉണ്ടാകുന്ന ഒരു വികാരമാണ് പരീക്ഷിത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് സൂക്ഷ്മാർത്ഥം എടുക്കാം. അതിപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ രീതിയിൽ നമുക്ക് അതിനെക്കുറിച്ച് ഓരോ സ്ഥലത്ത് നമുക്ക് പറയുമ്പോൾ അതിൻ്റെ ആ സൂക്ഷ്മാർത്ഥത്തിലൂടെ നമുക്ക് പോകാം. എന്തായാലും അങ്ങനെ വേണമെങ്കിൽ ഒരു രീതിയിൽ നമുക്ക് എടുക്കാം. അഭിമന്യു എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെയാണ്, മനസ്സിൽ നിന്നുള്ള സൃഷ്ടി ആണ് ഈ പരീക്ഷിത്ത്. അപ്പം ആ അഭിമന്യുവിൻ്റെ പുത്രനായിട്ടുള്ള പരീക്ഷിത്തിൻ്റെ ജന്മവൃത്താന്തങ്ങളും കർമ്മങ്ങൾ ഒക്കെ എന്താണെന്ന് പറഞ്ഞു തരണം സൂത എന്ന് അവിടെ ആവശ്യപ്പെടുന്നു. അതുവരെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി 10ാമത്തെ ശ്ലോകം നോക്കാം. എല്ലാവരും പുസ്തകമുള്ളവർ 10ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. സസമ്രാട് കസ്യ വാഹേതോ പാണ്ഡൂനാം മാനവർദ്ധന
പ്രായോപവിഷ്ടോ ഗംഗായാമനാധൃത്യാധിരാശ്രിയം. അപ്പം അവിടെ പറയാണ് സ സമ്രാട് കസ്യവാ ഹേതോഹോ പാണ്ഡൂനാം മാനവർദ്ധന. ആ പാണ്ഡവ വംശത്തിന് തന്നെ അതിൻ്റെ അഭിമാനത്തിനെ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള പരീക്ഷിത്ത് എന്തിനാണ് പ്രായോപവിഷ്ടോ ഗംഗായാം അനാധൃത്യാധിരാശ്രിയം, എന്തിനാണ് ഈ പ്രായോപവിഷ്ടം ചെയ്യുവാൻ വേണ്ടിയിട്ട്, പ്രായോപവേശം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഗംഗാതീരത്തിൽ പോയത്? എന്തിനാണ്? ഇത്രയും കണ്ട് ചക്രവർത്തിയായിട്ടുള്ള അദ്ദേഹം എല്ലാം അല്ലേ വിട്ട് ആ ഗംഗാ തീരത്ത് പോയി എല്ലാ ഐശ്വര്യങ്ങളെയും അധിരാശ്രിയം, എല്ലാ ഐശ്വര്യങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ആ അഭിമാനവർദ്ധനം, അതാണ് മാനവർദ്ധന എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേക ഒരു എടുത്തു പറയണം. കാരണം എല്ലാ സുഖങ്ങളും ദുഃഖങ്ങളില്ല അല്ലെ, ഈ ലോകത്തെ തന്നെ ഭരിക്കുന്ന ഒരു ചക്രവർത്തിയാണ്. ഇന്ന് അങ്ങനെ ഭരിക്കാൻ നമുക്ക് ഒരാൾക്ക് ഒരു ഇത് വന്നു കഴിഞ്ഞാൽ മരിക്കുന്നതിന് വരെ ആ സീറ്റിൽ ഇരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവും അല്ലേ, നമ്മൾ തയ്യാറാവും. പക്ഷെ അവിടെ അതിലും മുകളിലൊരു വലിയൊരു സീറ്റ് ആര് കണ്ടുവച്ചു? ഈ പരീക്ഷിത്ത് കണ്ടുവച്ചിരുന്നു എന്ന് പറയാണ്. എന്തായാലും അടുത്ത ശ്ലോകം നോക്കാം. നമന്തി യത് പാദനികേതമാത്മനഃ ഹാനീയ ധനാനി ശത്രവ കഥം സവീരശ്രിയമംഗദുസ്ത്യജാം യുവൈഷതോൾ സൃഷ്ടുമഹോ സഹാസുഭി. ഇനി പറയാണ്, ഈ പരീക്ഷത്തിന്റെ കേമത്വം തന്നെ പറയാണ്. എന്താണ്? നമന്തി അൽപാദ നികേതം ആത്മനഃ ഹാനീയ ധനാനി ശത്രവ. രാജാവായിട്ട് ഇരിക്കുന്ന ആ പരീക്ഷിത്ത് ധനവാന്മാരായിട്ടുള്ള എല്ലാ ശത്രു രാജാക്കന്മാർ, ഹാനീയ ധനാനി ശത്രവ, ശത്രുക്കൾ പോലും അല്ലേ ആ രാജ്യത്ത് ഇദ്ദേഹത്തിനോട് ശത്രുതയുള്ളവർ പോലും ആ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് ധാരാളം കാഴ്ച വസ്തുക്കളെ കൊണ്ട് സമർപ്പിച്ച് നമസ്കരിക്കുന്നു. അവരുടെ സംരക്ഷണത്തിന് വേണ്ടി, ആ രാജാവിൻ്റെ പരിപാലനത്തിന് വേണ്ടിയിട്ട് യൽപാത നികേതമാത്മന, അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആ രാജാവിൻ്റെ മുമ്പിൽ കാഴ്ച വെക്കാൻ അത്ര കൊണ്ട് ഒരു പദവി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പരീക്ഷിത്ത്. ആ പരീക്ഷത്തിന്റെ മഹത്വം പറയാൻ വേണ്ടിയിട്ടാണ്. കഥം സവീരശ്രിയമംഗദുസ്ത്യജാം യുവേഷതോൾ സൃഷ്ടുമഹോ സഹാസുഭി. ഇങ്ങനെയുള്ള ഈ ഇത്ര കണ്ട് ആദരിക്കപ്പെട്ട് എല്ലാവരാലും ബഹുമാനിക്കപ്പെട്ട ഈ പരീക്ഷത്തെ എന്തിനാണ് ഈ ഐശ്വര്യാദികളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പ്രായോപവേശം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഗംഗാതീരത്ത് വന്നത് സൂത? അത് അവിടുന്ന് ഒന്ന് പറഞ്ഞു തരണം. പിന്നെയോ ശിവായ ലോകസ്യ ഭവായ ഭൂതയേ ഉത്തമ ശ്ലോകപരായണാ ജനാഹ. ഉത്തമ ശ്ലോകപരായണാഹ. ആരാണ് ഈ ഉത്തമ ശ്ലോകപരായണന്മാര്? ഉത്തമ ശ്ലോകനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ഉത്തമ ശ്ലോകപരായണന്മാര്, ഭക്തന്മാര്. അപ്പം ശിവായ ലോകസ്യ, ഈ ലോകത്തിന്റെ ശിവത്തിന് വേണ്ടിയിട്ട്, മംഗളത്തിന് വേണ്ടിയിട്ടും, ഭവായ ഭൂതായ, ഇവിടെ ഈ ഭൂമിയിൽ ജനിച്ചതായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളെയും, ഭൂതം എന്ന് പറഞ്ഞാൽ അതാണ്, ഭൂതങ്ങളുടെയും ഭവായ ഭൂതായ, അവരുടെ ശ്രേയസ്സിന് വേണ്ടിയിട്ടും, അപ്പൊ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടും, എല്ലാ ജീവജാലങ്ങളുടെയും ശ്രേയസ്സിന് വേണ്ടിയിട്ടും ഉത്തമ ശ്ലോകപരായണാ ജനാഹ, അവർക്ക് വേണ്ടിയിട്ട് തപസ്സനുഷ്ഠിക്കുന്നവരാണ് ആര്? ഭക്തന്മാര്. അപ്പൊ ഭക്തന്മാരുടെ ഏക ചിന്ത എന്ന് പറയുന്നത് എന്താണ്? ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകം എന്ന് പറയുമ്പോൾ തന്നെ അതിലെല്ലാ ജീവജാലങ്ങളും അതിനകത്ത് പെടും, സസ്യങ്ങൾ പെടും, മൃഗങ്ങൾ പെടും, ഈ പ്രപഞ്ചം മുഴുവൻ പെടും എന്നർത്ഥം. അപ്പൊ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും, ലോകത്തിന്റെ മംഗളത്തിന് വേണ്ടിയിട്ടും, ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടും ആണ് ഭക്തന്മാര് എന്നും തപസ് ചെയ്തത്. അങ്ങനെയുള്ള ഒരു ഭക്തോത്തമനായിരുന്നു ആര്? പരീക്ഷിത്ത് എന്നാണ് പറഞ്ഞു വരുന്നത്. ഒരു രാജാവായിക്കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ പറഞ്ഞു ആരാണ് രാജാവെന്ന് പറഞ്ഞു അല്ലേ, എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ, ആ മനസ്സിൽ
ആ ഹൃദയരൂപത്തിലേക്ക് അവരെ കാണാൻ സാധിക്കുന്നവര് ആരാണോ അദ്ദേഹത്തിനെയാണ് നമുക്ക് രാജാവ് എന്നുള്ളൊരു പദത്തിന് നിർവചിക്കാൻ പറ്റുകയുള്ളൂ. എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലുള്ള ആ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തയ്യാറാവണം ഒരു രാജാവ് എന്നുള്ള ഒരു പദവിയിലിരിക്കുന്ന ആള്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ IAS പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ കളക്ടർ എന്നുള്ള ഒരു പരീക്ഷയ്ക്കൊക്കെ എന്താണ് വേണ്ടത്? എല്ലാ വിഷയത്തെക്കുറിച്ചുമുള്ള അറിവുണ്ടാവണം. കൂടാതെ എന്താണ്, ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനവും ഉറപ്പായിട്ടും വേണം, ഇന്റലക്ച്വൽ ആയിട്ടുള്ളത് വേണം. അപ്പൊ ഈ ഒരു ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനവും ഭൗതികമായിട്ടുള്ള എല്ലാത്തിനെക്കുറിച്ചും, പ്രപഞ്ചത്തെക്കുറിച്ചും തന്നെക്കുറിച്ചും, ആധ്യാത്മികം എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്തി എന്നുള്ളതിന് അപ്പുറത്തൊന്ന് ചിന്തിക്കണം. എന്താണ്? തന്നെക്കുറിച്ചും നല്ലൊരു ബോധം ഉള്ള ഒരാൾക്ക് മാത്രമേ മറ്റുള്ളവരെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ എല്ലാവരുടെയും പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കണമെങ്കിൽ എല്ലാവരുടെയും പ്രശ്നങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു ദീർഘദൃഷ്ടി ആർക്കുണ്ടാവണം? രാജാവിനുണ്ടാവണം. അങ്ങനെയുള്ള ഒരു രാജാവായിരുന്നു പരീക്ഷിത്ത് രാജാവ് എന്നാണ് പറയുന്നത്. ജീവന്തി ആത്മാർത്ഥമസോ ന ആത്മാർത്ഥം അസൗ പരാശ്രയം മോച നിർവിദ്യ കുതക്കളേവരം. എന്നിട്ട് സൂതനോട് ശൗനകാദികൾ ചോദിക്കുകയാണ്, നോക്കൂ, ജീവന്തി ആത്മാർത്ഥം അസൗ പരാശ്രയം, തനിക്ക് വേണ്ടിയിട്ട് യാതൊരു രീതിയിലും ആ പരീക്ഷിത്ത് രാജാവ് ജീവിച്ചിട്ടില്ല. രാജ്യത്തിലെ പ്രജകൾക്ക് വേണ്ടിയിട്ട് ജീവിച്ച ആ പരീക്ഷിത്ത് മുമോച നിർവിദ്യ കുതക്കളേബരം, പിന്നെ എന്തിനാണ് ഈ ശരീരത്തെ പോലും ഉപേക്ഷിച്ച് അദ്ദേഹം പോയത്? കാരണം അദ്ദേഹത്തിന്റെ ധർമ്മം എന്താണ്? പ്രജാപാലനമാണ് അദ്ദേഹം ചെയ്യേണ്ട ധർമ്മം. അപ്പൊ പ്രജാപാലനം ചെയ്യാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുന്ന അല്ലെങ്കിൽ അതിനുള്ള യോഗ്യത നേടിയ പരീക്ഷിത്ത് എന്തുകൊണ്ട് ഈ ശരീരം എന്നുള്ള രീതിയിൽ അതിനെ എടുത്തില്ല എന്നുള്ളൊരു ചോദ്യമാണ് ശൗനകാദികളുടെ. അതാണ് നമ്മൾ പറഞ്ഞത്, ശൗനകാദികൾ എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരനല്ല. അവർക്ക് മനസ്സിലാക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് പരീക്ഷിത്ത് മഹാരാജാവ് അവിടെ സ്വാർത്ഥതയില്ലാത്ത പരീക്ഷിത്ത് മഹാരാജാവ്, ആ സ്വാർത്ഥതയില്ലാത്ത പരീക്ഷിത്ത് മഹാരാജാവ് എന്തുകൊണ്ട് ഈ പ്രജാപാലനത്തിൽ നിന്നും ഒഴിവായി? നല്ലൊരു ചോദ്യമാണത്. കാരണം ഈ ശരീരം അല്ലെങ്കിൽ ഈ ഒരു മനസ്സും ബുദ്ധിയും ശരീരവും ഉള്ള ആള് വേണ്ട രീതിയിൽ ആ പ്രജകളെ പരിപാലിക്കുകയല്ലേ വേണ്ടത്. പക്ഷേ പരീക്ഷിത്ത് അതിന് വേണ്ടതായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ജനമേജയനെ ഏൽപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും അല്ലേ അതിൻ്റെ ഉപരിയായിട്ടുള്ള ഒരു സ്ഥലത്തിലേക്ക്, തൻ്റെ തത്വത്തിലേക്ക് അല്ലെങ്കിൽ തൻ്റെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് അവിടെ നിന്നും യാത്രയായി. അപ്പോൾ മനസ്സിലാക്കാം എന്താണ്, അപ്പൊ ഇതിലും മഹത്വമാണ് ആ ഭാഗവതത്തിന്റെ മഹത്വത്തിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പൊ പരീക്ഷിത്ത് ഇത്രയാണെങ്കിൽ ആ പരീക്ഷത്തിന് ശ്രീശോ ബ്രഹ്മർഷി പറഞ്ഞു കൊടുത്തത് എന്താണെന്നുള്ളതാണ് ഇനി ചിന്തിക്കേണ്ടത്. ഈ രാജാവാണെങ്കിലും എല്ലാ ഉപനിഷത്തുക്കളെയും കുറിച്ചും അല്ലെ ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനം എന്തായാലും പൂർണ്ണമായിട്ട് വേണം. അപ്പം ഇവിടെയും പറഞ്ഞു വന്നപ്പോൾ എങ്ങനെയാണ്, പരീക്ഷിത്ത് ഇങ്ങനെയാണെങ്കിൽ ആ പരീക്ഷിത്ത് സ്വീകരിച്ച ഭാഗവതത്തിന്റെ മഹത്വം എന്തായിരിക്കും? അവിടെ അത് പറഞ്ഞു. പിന്നെ തത്സർവം നസ്സമാചക്ഷു പൃഷ്ടോ യദിഹ കിഞ്ചന മന്യേ ത്വാം വിഷയേ വാചാം സ്നാതമന്യത്ര ഛന്ദസാത്. ഇനി അവിടെ പറയുകയാണ്, ഈ എല്ലാ ചോദ്യങ്ങൾക്കും സൂത ഞങ്ങൾ ചോദിച്ചതായിട്ടുള്ള ഈ ചോദ്യങ്ങൾക്കൊക്കെ വേണ്ട രീതിയിൽ അവിടുന്ന് മറുപടി പറഞ്ഞു തരണം. അങ്ങേക്ക് വേദവ്യാസ മഹർഷിയുടെ അരുമ ശിഷ്യനാണ് അങ്ങ് എന്ന് ഞങ്ങൾക്ക് അറിയാം. വാഗ്മികളില് വാചാം സ്നാതം അന്യത്ര ഛന്ദസാത്, അങ്ങയുടെ വാഗ്മിത്വം സൂതാനാം അല്ലേ ആ പുരാണങ്ങൾ പറഞ്ഞു തരുന്നതിനുള്ള ആ എന്താണ് പ്രൗഢി അല്ലെങ്കിൽ അതെല്ലാം അങ്ങയുടെ വാഗ്മിത്വം മുഴുവൻ ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ അറിയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ അങ്ങ് ആ ഈശ്വരനെ കുറിച്ച് അല്ലെങ്കിൽ ആ ശുഖപരീക്ഷിത് സംവാദത്തിലൂടെ നടന്ന ആ ഭാഗവത ഗ്രന്ഥത്തെ ഞങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി തരണം സൂത എന്ന് അവിടെ പറയുകയാണ്. അപ്പം ഇവിടെ ആ ശ്രീശോ ബ്രഹ്മർഷിയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ
ഭഗവത് സാക്ഷാത്കാരം അല്ലെ, ബ്രഹ്മം എന്നുള്ള ഒരു വിഷയമാണ് ഭാഗവതത്തിൽ. ഓരോരുത്തരെ ഓരോ രീതിയിൽ വിളിക്കുന്നു എന്ന് പറഞ്ഞു. സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഈ 3 ലീലകൾക്കും വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു? 3 ഷർട്ടുകൾ ഉപയോഗിക്കുന്നു. അത്രേ ഉള്ളൂ. ബ്രഹ്മം എന്ന് വിളിക്കുന്നു ചിലര്, പിന്നെ ഭഗവാൻ എന്ന് ചിലര് വിളിക്കുന്നു, പിന്നെയോ ആത്മാവ് എന്ന് ചിലര് വിളിക്കുന്നു. ഇത് 3 തന്നെ സൃഷ്ടി, സ്ഥിതി, സംഹാരത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിൽ നിന്നാണോ ബൃഹത്തായിട്ട് പെരുകി 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 ഓരോന്നും ഉണ്ടാവുന്നത്, എന്തിൽ നിന്നാണോ അതാണ് ബ്രഹ്മം എന്ന് ബ്രഹ്മത്തിനെ വിളിക്കുന്നു. അങ്ങനെ മനസ്സിലാക്കുന്നത് ആരാണ്? ജ്ഞാനികളാണ് അങ്ങനെ മനസ്സിലാക്കുന്നത്. എന്തിൽ നിന്നാണോ ബൃഹത്തായിക്കൊണ്ട് പെരുകി 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 വരുന്നത്, അത് എന്തിലേക്കാണോ എത്തിച്ചേരുന്നത്, അത് ബ്രഹ്മം. ഇനിയോ ഭക്തന്മാര് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഭക്തന്മാര് മനസ്സിലാക്കിയിരിക്കുന്നത് ഭഗവാൻ എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്താണ് ഭഗവാൻ എന്നുള്ളത്? ഈ എന്തിനെയാണോ, എല്ലാത്തിനെയും എങ്ങനെയാണോ നിലനിർത്തുന്നത് അല്ലേ, ആ 6 ഭഗങ്ങളോടുകൂടി ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ യശസ്ശ്രിയ ജ്ഞാന വൈരാഗ്യ ഷഷ്ഠ, ആ 6 ഗുണങ്ങളോടുകൂടിയുള്ള അല്ലെങ്കിൽ 6 ഭഗങ്ങളോടുകൂടിയിട്ടുള്ള ആ ഭഗവാനാണ് ഇതിനെ നിലനിർത്തുന്നത്. അപ്പൊ അതായി സ്ഥിതിയായി. പിന്നെയോ ഇത് എല്ലാത്തിനെയും നിലനിർത്തുന്നത് ഭഗവാനാണെങ്കിൽ എല്ലാം എവിടെയാണോ ചെന്ന് എത്തിച്ചേരുന്നത് അതാണ് സംഹാരം, അതാണ് ആത്മാവ്. എല്ലാം എത്തിച്ചേരുന്ന സ്ഥലം എവിടെയാണോ, ആപ്നോതി ഇതി ആത്മാ. ആപ്നോതി ഇതി ആത്മാ എന്ന് പറഞ്ഞാൽ ലയിക്കുന്നത്, ലയം എവിടെയാണോ. അപ്പം സൃഷ്ടി, സ്ഥിതി, സംഹാരത്തിനെ കുറിച്ച് പറയുന്നതാണ് ബ്രഹ്മം, ഭഗവാൻ, ആത്മാവ് അല്ലേ. അപ്പൊ നമ്മള് പരമയോഗികളാണ് പരമാത്മാവ് എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു, ഭക്തന്മാര് ഭഗവാൻ എന്ന് വിളിക്കുന്നു എന്ന് പറയുന്നു, പിന്നെ ജ്ഞാനികള് ബ്രഹ്മം എന്ന് വിളിക്കുന്ന ഒരേ ഒരു ആ ഈശ്വര തത്വത്തെ, ആ ഈശ്വര തത്വത്തെയാണ് ഇവിടെ ഭാഗവതത്തിൽ ഉടനീളം നമുക്ക് പറയാനുള്ള വിഷയം അതാണ് എന്ന് പറയാണ്. പിന്നീട് അപ്പം ഈ ഈശ്വര തത്വം എന്താണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല അല്ലേ. എന്നാൽ എന്തല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നേതി അതല്ല എന്ന് നമുക്ക് പറയാം. പക്ഷെ അതാണ് എന്ന് പറയാൻ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഈ സർവ്വചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നതാണ്. ഇന്നതിലാണ് എന്ന് പറയുമ്പോൾ മറ്റതില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പം ആ ഭാഗവതത്തിന്റെ വരവൊക്കെ ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ സൂതൻ ഇനി പറഞ്ഞു തുടങ്ങുകയാണ്. ഇത്രയും നേരം ആരാണ് സംസാരിച്ചത്? ശൗനകാദികളാണ് ഇതെല്ലാം പറഞ്ഞത്. ശൗനകാദികൾക്ക് ഇത്ര കണ്ട് അറിവ് ഉണ്ട് എന്ന് സൂതനെ മനസ്സിലാക്കി. ഇനി അതിനനുസരിച്ച് വേണം സൂത ഞങ്ങൾക്ക് വേണ്ടത് പറഞ്ഞു തരാൻ. അവിടുന്ന് പിന്നീട് പറഞ്ഞ് ആരംഭിക്കുകയാണ്. ഇനി സൂതന്റെ കഥ ആരംഭിക്കുകയാണ്. ദ്വാപരേ സ്വമനുപ്രാപ്തേ തൃതീയേ യുഗപരേ ജാതഃ പരാശരാദ് യോഗി വാസവ്യാം കലയാഹരേഹേ. അപ്പൊ അവിടെ ഈ ദ്വാപരയുഗം, 4 യുഗങ്ങളാണ് നമുക്ക്. ത്രേതായുഗം, ദ്വാപരയുഗം, പിന്നെ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. കൃതയുഗം എന്ന് പറഞ്ഞാൽ അതിന് സത്യയുഗം എന്നൊരു പേരുണ്ട്. കാരണം അന്ന് മുഴുവൻ ദേവന്മാർ മാത്രമേ ഉള്ളൂ, സത്യം മാത്രമുള്ള, യാതൊരു കാപട്യവും ഇല്ലാത്ത ഒരു യുഗമായിരുന്നു ആ സത്യയുഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൃതയുഗം എന്ന് പറയുന്നത്. ഈ കൃതയുഗത്തിൽ നിന്നും പിന്നീട് ത്രേതായുഗത്തിലേക്ക് വന്നപ്പോഴേക്കും അതിൻ്റെ എല്ലാ രീതിയിലുമുള്ള ക്ഷയങ്ങൾ സംഭവിച്ചു തുടങ്ങി. ആയുസ് കുറഞ്ഞു തുടങ്ങി, ഐശ്വര്യം കുറഞ്ഞു തുടങ്ങി. ഇങ്ങനെ എല്ലാത്തിൻ്റെയും ഐശ്വര്യങ്ങൾ കുറഞ്ഞു തുടങ്ങി, കലകൾ തുടങ്ങി, അനുഗ്രഹ കലകൾ കുറഞ്ഞു തുടങ്ങി. ഇങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു ച്യുതി കുറഞ്ഞു വന്നു. ത്രേതായുഗത്തിൽ നിന്ന് ദ്വാപരയുഗത്തിലേക്ക് ആയപ്പോൾ കുറച്ചുകൂടി അങ്ങ് കുറഞ്ഞു. കാരണം ദ്വാപരയുഗത്തിലേക്ക് ആയപ്പോൾ ആ ദേവാംശങ്ങളൊക്കെ പകുതിയായി. അവിടെ കുറേശ്ശെ മനുഷ്യരും കൂടി 2 വിഭാഗത്തിൽ
എന്താണ് പകുതി ദേവന്മാരും പകുതി മനുഷ്യന്മാരും എന്നുള്ളൊരവസ്ഥയിൽ ഈ മനുഷ്യന്മാര് ദേവന്മാര് എന്നൊക്കെ പറയുന്നത് ഒരാൾ തന്നെയാണ്. ജീവജാലങ്ങളെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് ഈ പറയുന്നത്. അവരുടെയൊക്കെ എന്താണ് സാത്വിക ഗുണങ്ങൾ കൂടി നിൽക്കുമ്പോഴാണ് അത് ദേവഗണമായിട്ട് മാറുന്നത്. രജോ ഗുണം കൂടി വരുമ്പോൾ എന്തായി? അത് മനുഷ്യന്മാരായി. തമോ ഗുണം കൂടി വരുമ്പോൾ അത് അസുരന്മാരായിട്ടുണ്ട്. അപ്പം സത്യയുഗത്തില് കൃതയുഗത്തില് പൂർണ്ണമായിട്ടും എന്താണ് സാത്വിക ഗുണന്മാരായിരുന്നെങ്കിൽ ത്രേതായുഗത്തില് സാത്വിക ഗുണവും രജോ ഗുണവും കൂടി ഉണ്ടായി. ദ്വാപരയുഗമായപ്പോഴേക്കും ഇത് മൂന്നും സമ്മേളിച്ചു. കലിയുഗമായപ്പോഴേക്കും അവിടെ പ്രാധാന്യം നേരെ തിരിഞ്ഞു. തമോ ഗുണത്തിന് പ്രാധാന്യമായി തുടങ്ങി. സാത്വിക ഗുണത്തിന് അതിൻ്റെ അളവ് കുറഞ്ഞു. നാലാം സ്ഥാനമായി, അല്ലെങ്കിൽ 3-ാം സ്ഥാനമായി. അങ്ങനെ ആ ദ്വാപരയുഗത്തിൻ്റെ അവസാനവും കലിയുഗത്തിൻ്റെ ആരംഭവുമായിട്ടുള്ള തൃതീയേ യുഗപര്യയെ ജാതഃ പരാശരാൽ യോഗി വാസവ്യാം കലയാഹരേഹേ. അവിടെ ഭഗവാൻ അല്ലേ അംശാവതാരത്തോടുകൂടി, ഭഗവാന്റെ ഒരു അംശാവതാരം എന്നുള്ള രീതിയിൽ വേദവ്യാസ മഹർഷി പരാശര മഹർഷിയുടെയും സത്യവതിയുടെയും പുത്രനായിക്കൊണ്ട് ജനിച്ചു എന്ന് അവിടെ പറഞ്ഞു. ദ്വാപരയുഗത്തിന്റെ അവസാനം കലിയുഗം ആരംഭിക്കുമ്പോൾ ഇനി നമ്മളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഏതാണ്? അളവ്, നമ്മൾക്ക് കാലയളവ് മനസ്സിലാക്കണം. കാലയളവ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? 72 ചതുർയുഗം കൂടുന്നതാണ് ഒരു മന്വന്തരം. ഇങ്ങനെ 14 മന്വന്തരം കൂടുമ്പോഴാണ് ഒരു കൽപ്പം. അങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളുടെ കാലഘട്ടം എന്ന് പറയുന്നത് വൈവസ്വത മനുവാണ് ഇപ്പോഴത്തെ മനു. പിന്നെ 7ാമത്തെ മന്വന്തരം വൈവസ്വത മനു. പിന്നെ ഏതാണ്? ചതുർയുഗം, 28ാമത്തെ ചതുർയുഗം. അപ്പൊ ഈ 28ാമത്തെ ചതുർയുഗത്തില് ഓരോ ചതുർയുഗങ്ങളിലും ഓരോ വ്യാസൻ ഉണ്ടാകും എന്നാണ് പറയാറ്. വ്യാസന്മാര് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോഴത്തെ വേദവ്യാസൻ എന്ന് പറയുന്ന ആരാണ്? കൃഷ്ണദ്വൈപായനൻ എന്നു പേരായിട്ടുള്ള വേദവ്യാസനാണ്. കൃഷ്ണൻ എന്നാണ് പേര്. ദ്വീപിൽ ഉണ്ടായതുകൊണ്ട് ദ്വൈപായനൻ എന്ന് വിളിക്കുന്നു. അങ്ങനെ കൃഷ്ണദ്വൈപായനൻ എന്നുള്ളൊരു പേര് വേദത്തെ വ്യസിച്ചതുകൊണ്ട് വേദവ്യാസൻ എന്നും അദ്ദേഹത്തിന് നാമകരണം ചെയ്തു. ഇനി വേദവ്യാസൻ ആരാണ് എന്ന് വേണ്ട രീതിയിൽ ഭാഗവതത്തിൽ പറയുന്നില്ല. നമുക്ക് മഹാഭാരതത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, ആദി പർവ്വത്തിൽ പറയുന്നുണ്ട്, വ്യാസോൽപത്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായിട്ടുള്ള വസിഷ്ഠൻ, ആ വസിഷ്ഠന്റെ പുത്രനായിട്ടുള്ള ശക്രിയുടെ പുത്രനായിട്ടുള്ള പരാശരൻ, ആ പരാശരന്റെ പുത്രനായിട്ടാണ് വേദവ്യാസ മഹർഷി അവിടെ അവതരിക്കുന്നത്. അല്ലെങ്കിൽ വേദവ്യാസ മഹർഷിയുടെ ആ പരമ്പര പറഞ്ഞു വന്നാണ്. ബ്രഹ്മാവിൽ നിന്ന് വസിഷ്ഠൻ, അല്ലേ, വസിഷ്ഠനിൽ നിന്ന് ശക്രിയിൽ നിന്നും പരാശരൻ. അപ്പം വേദവ്യാസ മഹർഷി മുക്കുവനാണ് എന്നുള്ളൊരു ധാരണ നമുക്കൊക്കെ ഉണ്ട്, അല്ലേ. എന്നാൽ ബീജം എവിടുന്ന് തുടങ്ങി? ഇവരൊക്കെ ബ്രാഹ്മണരാണ്. ആര്? വസിഷ്ഠൻ. പിന്നെയോ വസിഷ്ഠൻ, ശക്രി, പരാശര മഹർഷി മഹാബ്രാഹ്മണരാണ്. അപ്പൊ അവിടെ നിന്നാണ് ശരിക്കും വന്നിട്ടുള്ളത്. ഇനി ആ വ്യാസോൽപത്തിയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ചേതി രാജ്യത്തില് പൂർവവംശത്തില് വസു എന്ന പേരായിട്ടുള്ള ഒരു രാജാവുണ്ടായിരുന്നു. വസു. ആ രാജാവിൻ്റെ പത്നിയുടെ പേര് ഗിരിക. അപ്പൊ ഈ രാജാവ് ദേവന്മാരെ വേണ്ട രീതിയിൽ സഹായിക്കാറുണ്ടായിരുന്നു. അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സഹായങ്ങളെയും ചെയ്തു കൊടുത്തപ്പോൾ ദേവേന്ദ്രന് വളരെ സന്തോഷമായിട്ട് ഒരു സ്ഫടികം കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള ഒരു രഥം ഈ ഇദ്ദേഹത്തിന് കൊടുത്തു. സ്ഫടികം കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള ഒരു രഥത്തെ ഈ വസുവിന് കൊടുത്തു. അങ്ങനെ ആ വസു മുകളിലൂടെ ഈ ഗഗനചാരിയായിട്ട് വസിക്കും. അതുകൊണ്ട്
ആ വസുവിനൊരു പേരുണ്ട്. രാജോപരിചരേത്യേവം നാമ തസ്യാഥ വിശ്രുതം. ഉപരിചര വസു എന്നൊരു പേര് വസുവിന്. ആകാശത്ത് കൂടെ ഗഗനം ചെയ്യാൻ, ആകാശത്ത് കൂടെ പറന്നു പോകാൻ വേണ്ടിയിട്ടുള്ള കഴിവുള്ളതുകൊണ്ട് ഉപരിചര വസു എന്നൊരു പേര് ഈ രാജാവിന് ഉണ്ട്. അങ്ങനെ ഒരിക്കല് വസുവിന്റെ അച്ഛനമ്മമാര് നായാട്ടിനായിട്ട് പറഞ്ഞു വിട്ടു. നായാട്ടിന് പോയി വരൂന്ന് പറഞ്ഞു. അങ്ങനെ വസു നായാട്ടിനായിട്ട് അമ്പും വില്ലും ഒക്കെ എടുത്ത് തയ്യാറായി പോകാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഗിരിക എന്ന് പേരായിട്ടുള്ള പത്നി കാമാർത്ഥയായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അങ്ങ് ചെന്നു. എന്നാൽ അച്ഛനമ്മമാരുടെ വാക്കുകളെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ വാക്കുകളെ അനുസരിക്കുക എന്നുള്ളൊരു ആ ദൃഢനിശ്ചയത്തില് എന്തായി, ആ പത്നിയുടെ വാക്കുകളെ ഒന്ന് മാറ്റി നിർത്തി കുറച്ച് ആ സമയത്ത്. കാരണം അച്ഛനമ്മമാരുടെ വാക്കുകൾക്കൊരു പ്രാധാന്യം കൂടുതൽ കൊടുത്തു എന്നർത്ഥം. അങ്ങനെ എന്തായാലും ആ പത്നിയുടെ വാക്ക് അല്ലെങ്കിൽ പത്നിയെ വേണ്ട രീതിയിൽ അംഗീകരിക്കാതെ അവിടെ നിന്നും യാത്രയായി. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ പോകുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുക? പോകുമ്പോൾ മുഴുവൻ ഈ പത്നിയെക്കുറിച്ചാണ് ചിന്ത വരിക, അല്ലേ? നമുക്കാണേലും എന്തെങ്കിലും ഒന്ന് നമ്മൾ ആരോടെങ്കിലും ഒന്ന് വിരോധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ശത്രുക്കളുടെ നാമവും രൂപമാണ് നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുക. എന്നാൽ നമുക്ക് എപ്പോഴും സഹൃദയന്മാരായിട്ടുള്ള ബന്ധുക്കളോ മിത്രങ്ങളോ അവരുടെ ഒന്നും രൂപം നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കുകയില്ല. പക്ഷെ ഇതെപ്പോഴും ഓർത്തിരിക്കും, അല്ലേ? എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടുന്ന് ഒന്ന് മനസ്സ് വിഷമിപ്പിച്ചുകൊണ്ട് പോയതുകൊണ്ട് സദാസമയവും ഈ ഗിരികയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് അവിടുന്ന് യാത്രയായത്. അങ്ങനെ പോയ വഴിക്ക് ഗിരികയുടെ അവളുടെ വരവും എന്തായിരുന്നു? കാമാർത്ഥിയായിട്ട് അവൾ വന്നതോടുകൂടി അവളിൽ ഒരു അനുരാഗ ത്വര ഈ രാജാവിലുണ്ടായി. അങ്ങനെ ഇന്ദ്രിയസ്ഖലനമുണ്ടായി. ആ ഇന്ദ്രിയസ്ഖലനം ഒരു ആലിലയുടെ കുമ്പിളിൽ സൂക്ഷിച്ചു, കളയാതെ സൂക്ഷിച്ചു ആ രേതസിനെ. എന്നിട്ട് എന്ത് ചെയ്തു? അങ്ങനെ പോകുന്ന വഴി ആ ആലില കുമ്പിലുള്ള ഈ രേതസിനെ ഒരു പരുന്തിന്റെ അടുത്ത് കൊടുത്ത് പരുന്തിനെ ഏൽപ്പിച്ചിട്ട് ഇത് നീ എൻ്റെ പത്നിയായുള്ള ഗിരികയുടെ അടുത്ത് കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു ഈ വസു, ഉപരിചര വസു രാജാവ്. പരുന്ത് എന്ത് ചെയ്തു? പരുന്ത് ഇതെടുത്ത് നേരെ യമുനാ നദിയുടെ മുകളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പറന്നു പോകുന്ന സമയത്ത് അറിയാതെ തൻ്റെ കയ്യിൽ നിന്നും ഈ രേതസ് താഴെ വീണു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അതൊരു മത്സ്യം അത് വിഴുങ്ങേണ്ടി വന്നു. ആ മത്സ്യത്തിനും ഒരു പ്രത്യേകതയുണ്ട്. അവിടെ അദ്രിക എന്ന് പറഞ്ഞ പേരായിട്ടുള്ളൊരു അപ്സരസാണ് ഈ മത്സ്യമായിട്ട് അവിടെ ഇതിൽ കിടക്കുന്നത്. അതിനും ഒരു കഥ. ഒരു ബ്രാഹ്മണൻ ഒരിക്കൽ സന്ധ്യാവന്തനം ചെയ്ത സമയത്ത് ഈ അദ്രിക, ഈ അപ്സരസ് ഇങ്ങനെ അവര് ജലക്രീഡ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ ഒരു രസം, ബ്രാഹ്മണര് സന്ധ്യാവന്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാഹ്മണൻ സന്ധ്യാവന്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഊളി ഇട്ടുകൊണ്ട്, അല്ലെ, നീർക്കാങ്കുഴി ഇടുക, ഊളി ഇടുക, ഓരോ ദേശത്ത് ഓരോ ഭാഷയാണ്. എന്തായാലും മുങ്ങിക്കൊണ്ട് നീന്തി ചെന്ന് ഇദ്ദേഹത്തിന്റെ കാലെ പിടിച്ച് വലിക്കുക, അങ്ങനെയുള്ള ഒരു രസം തോന്നിക്കൊണ്ട് ചെയ്തതാണ്. പക്ഷെ ആ ഒരു സജ്ജന നിന്ദ കൊണ്ട് ഒരു ശാപമായിട്ടങ്ങ് മാറി. എന്താണ് ശാപിച്ചത്? നീ എപ്പോഴും ഇങ്ങനെ ഊളി ഇടുകയാണെങ്കിൽ നിനക്ക് എപ്പോഴും സദാസമയം നീ നീന്തിക്കൊണ്ടിരുന്നോളൂ എന്ന് പറഞ്ഞു, നീ ഒരു മത്സ്യമായിട്ട് നീ പോകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആ അദ്രിക അവിടുന്ന് ശപിച്ചു. ഉടനെ അദ്രിക കാൽക്കൽ ചെന്നങ്ങ് വീണു. ഉടനെ എന്തെങ്കിലും ശാപമോക്ഷം എനിക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നിനക്ക് ശാപമോക്ഷം എന്താണ്? നീ ഒരു കാര്യം ചെയ്യുക, നീ മിഥുനങ്ങളെ നീ പ്രസവിക്കുക, മനുഷ്യക്കുട്ടികളെ നീ പ്രസവിക്കും ഒരിക്കല്. ആ മനുഷ്യക്കുട്ടികളെ പ്രസവിക്കുമ്പോൾ നിനക്ക് ആ പഴയ നിന്റെ രൂപമായിട്ടുള്ള അപ്സരസിന്റെ രൂപം നിനക്ക് തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് അവിടുന്ന് വിടുകയും ചെയ്തു. അങ്ങനെയുള്ള ആ മത്സ്യമാണ് ഇപ്പോൾ ആ പരുന്തിൻ്റെ നിന്നും കിട്ടിയിട്ടുള്ള ആ രേതസ് വിഴുങ്ങിയത്. അങ്ങനെ ഈ മത്സ്യം ഒരിക്കൽ ഈ ഉപരിചര വസുവിന്റെ രാജ്യത്ത് തന്നെയുള്ള ഒരു മുക്കുവൻ അവിടുന്ന് ആ മത്സ്യത്തെ പിടിക്കുന്ന സമയത്ത് തൻ്റെ വലയിൽ കുടുങ്ങിയ അസാധാരണമായിട്ടുള്ള ഒരു തേജസ്സോട് കൂടിയിട്ടുള്ള മത്സ്യത്തെ കണ്ടു. ഈ മത്സ്യത്തെ കൊണ്ടുപോയി അതിനെ അവിടെ നിന്ന് മുറിച്ചു നോക്കിയപ്പോഴത്തേക്കും 2 കുട്ടികളെ, മിഥുനങ്ങള്, ഒരു ആൺകുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. വളരെയധികം സന്തോഷമായി, അത്ഭുതം തോന്നി.
ഈ അത്ഭുതം തോന്നിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്തു? ഇത് നേരെ രാജാവിന് കൊണ്ട് സമർപ്പിക്കുക. അന്നൊക്കെ അങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ വിശേഷമായിട്ടുള്ള ഒരു വസ്തു ആയിക്കഴിഞ്ഞാൽ അത് രാജാവിനെ അറിയിച്ച് രാജാവിൻ്റെ മുമ്പിൽ കാഴ്ചവെക്കുക. അതാണ് അന്നത്തെ പ്രജകൾ ചെയ്തുകൊണ്ടിരുന്നത്. നേരെ രാജാവിൻ്റെ മുമ്പിൽ കൊണ്ട് കാഴ്ചവെച്ചു. നോക്കിയപ്പോഴത്തേക്കും ഒരു ഉണ്ണിയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. ഒരു കാര്യം ചെയ്തു, മുക്കുവനോട് പറഞ്ഞു, മുക്കുവ, ആ പെൺകുട്ടിയെ അങ്ങ് എടുത്തോളൂ, ആൺകുട്ടിയെ ഞാൻ വളർത്തിക്കോളാം എന്നും പറഞ്ഞിട്ട് ആ ആൺകുട്ടിയെ ഉപരിചര വസുവിൻ്റെ അടുത്തേക്ക് കൊണ്ട് അവിടെ നിർത്തിയിട്ട് ദാ പെൺകുട്ടിയെ ആ മുക്കുവന് തന്നെ തിരിച്ചു കൊടുത്തു വിട്ടു. പിന്നീടാണ് ഈ ആൺകുട്ടിയാണ് പിന്നീട് മത്സ്യരാജാവായിട്ട് വന്നതും. അതുപോലെ തന്നെ ആ പെൺകുട്ടി ആരായിരുന്നു? ഈ പെൺകുട്ടി മുക്കുവൻ വളർത്തി വലുതാക്കി അതിന് പേരിട്ടു. എന്താണ് പേരിട്ടത്? മത്സ്യഗന്ധി എന്നൊരു പേരിട്ടു. കാരണം മത്സ്യത്തിന്റെ ഗന്ധം അതിന് ഉണ്ടായിരുന്നു സദാസമയവും. അതുകൊണ്ട് മത്സ്യഗന്ധി എന്നൊരു പേര്. അതുപോലെ തന്നെ ആ മത്സ്യഗന്ധിയാണ് സത്യവതി. ഇപ്പം ശ്രീ വേദവ്യാസ മഹർഷിയുടെ അമ്മയായിട്ടുള്ള സത്യവതിയായിരുന്നു അത്. അപ്പൊ ഈ മുക്കുവന് തോണി തൊഴിഞ്ഞ് അക്കരെ ആൾക്കാരെ അല്ലെ എന്താ പറയുക, കാവല് കിടന്ന് തോണിക്കാരനാണ് ഈ മുക്കുവൻ. അപ്പൊ എന്ത് ചെയ്യും? കുറച്ച് പ്രായമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും, യൗവന പ്രായമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് ഈ മുക്കുവന്റെ കൂടെ സത്യവതിയും കൂടെ പോകും. അങ്ങനെ ആ തോണി കടക്കുവാൻ വേണ്ടിയിട്ട് ഒരിക്കല് പരാശര മഹർഷി പരാശര മഹർഷി വന്നപ്പോഴേക്കും ഈ സത്യവതിയെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ആ തേജസ്. അതാണ് പണ്ടുള്ള ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവരുടെ ഉള്ളിലെ അല്ലെങ്കിൽ ഇവരുടെ ഭാവിയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. നമ്മൾ പറഞ്ഞു ബ്രാഹ്മണർക്ക് പണ്ട് ജ്ഞാനികൾക്കൊക്കെ ബാലാക്ഷരം എഴുതി വായിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു നമ്മൾ മാഹാത്മ്യം പറഞ്ഞപ്പോൾ. അതുപോലെ തന്നെ മനസ്സിലായി ഈ സത്യവതി എന്ന് പറഞ്ഞ നിസ്സാരമല്ല. ആ സത്യവതിയിൽ നിന്നും ഇന്ന് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രജയെ കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് പരാശര മഹർഷിക്ക് തോന്നി. അവളോടങ്ങനെ അവിടെ നിന്ന് അഭ്യർത്ഥന ചെയ്ത് ആ സത്യവതിയില് ഒരു ഉണ്ണി ഉണ്ടായി. അങ്ങനെ സത്യവതിയുടെ പേര് മാറ്റി എന്താണ്? ഗന്ധവതി എന്ന് ആക്കി. ആ പരാശര മുനിയുടെ സ്പർശം കൊണ്ട് തൻ്റെ മത്സ്യഗന്ധം മാറിയിട്ട് എന്തായി? സുഗന്ധം ആയി. അങ്ങനെ ഗന്ധവതി എന്നുള്ളൊരു പേരും കൂടി. തേന ഗന്ധവതീത്യേവം നാമാസ്യ പ്രഥിതം ഭുവി. അങ്ങനെ ഗന്ധവതി എന്നുള്ളൊരു പേരിലും ആരറിയപ്പെട്ടു? സത്യവതി അറിയപ്പെട്ടു. അപ്പൊ അങ്ങനെയാണ് ഈ വ്യാസന്റെ ഉൽപ്പത്തിയും അതുപോലെ തന്നെ സത്യവതിയുടെ ഉൽപ്പത്തിയും ഇതാണ്. അപ്പോ ഈ സത്യവതി ആരാണ്? ശരിക്ക് ഉപരിചര വസുവിന്റെ മകളായിട്ട് വരും സത്യവതി ഇല്ലേ? ആലോചിച്ച് നോക്കൂ. ആ ഉപരിചര വസു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാജാവ് ക്ഷത്രിയനാണ്. ഇനി ക്ഷത്രിയനല്ല, ബ്രാഹ്മണനാണ് ശരിക്ക് അല്ലെ. ബ്രഹ്മാവിന്റെ മകൻ വസിഷ്ഠൻ, വസിഷ്ഠന്റെ മകൻ ശക്തിയുടെ മകൻ പരാശരന്റെ മകനായിട്ടുള്ള വേദവ്യാസൻ. അല്ല, ആ വഴിയല്ല. ഈ ഉപരിചര വസു ക്ഷത്രിയ രാജാവാണ്. അതെ, എന്തായാലും വേദവ്യാസന്റെ ആ വരവ് അച്ഛന്റെ രീതി നോക്കിക്കഴിഞ്ഞാൽ ബ്രാഹ്മണൻ തന്നെയാണ്. ഇനി സത്യവതിയുടെ പൂർവ്വജന്മം കൂടി നമുക്കൊന്ന് നോക്കാം. പണ്ട് മത്സ്യപുരാണത്തിലുള്ള കഥയാണ്. ഇതൊന്നും ഭാഗവതത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല, എങ്കിലും നമ്മളൊന്ന് ധരിച്ചിരിക്കണം. കാരണം ഇതിൻ്റെ പേരിലാണ് പലരും വേദവ്യാസ മഹർഷിക്ക് വേദത്തിന് അധികാരം എങ്ങനെ വന്നു എന്നുള്ളൊരു ചോദ്യത്തിനൊക്കെ. അപ്പം അറിവിനനുസരിച്ച് ഈ അധികാരങ്ങളൊക്കെ കയ്യിൽ വരുള്ളൂ. അതിനുള്ള സാഹചര്യങ്ങൾ അങ്ങനെ വന്നു എന്നർത്ഥം. എന്തായാലും അത് പറയാം. അഗ്നിശ്വാത്തർ എന്നു പേരായിട്ടുള്ള ഒരു പിതൃക്കളുണ്ടായിരുന്നു. പിതൃക്കളിൽ ഓരോ വിഭാഗക്കാരുണ്ട്. അതിൽ അഗ്നിശ്വാത്തർ എന്ന പേരായിട്ടുള്ള ഒരു പിതൃക്കള്. ഈ പിതൃക്കളുടെ അവിടെ പിതൃക്കൾക്ക് ഒരു സരസ് ഉണ്ടായിരുന്നു. അച്ഛോദം എന്നു പേരായിട്ടുള്ള ഒരു സരസ്. ആ അച്ഛോദം എന്ന് പറഞ്ഞ ആ സരസ് ഒരിക്കൽ സുന്ദരിയായിക്കൊണ്ട് ഒരു സ്ത്രീരൂപം എടുത്ത് വന്ന് ഈ പിതൃക്കളിനെ ആകൃഷ്ടരായിക്കൊണ്ട് അതിൽ നിന്നും ഒരു കുട്ടിയുണ്ടായി. അച്ഛോദ എന്ന് പേരായിട്ടുള്ളൊരു കുട്ടിയുണ്ടായി. ഈ അച്ഛോദ 1000 സംവത്സരം തപസ് ചെയ്തു. ആ തപസ്സിൽ നിന്നും പിതൃക്കൾ അവരെ അനുഗ്രഹിച്ചു. ഈ അച്ഛോദയെ അനുഗ്രഹിച്ച് അതിൽ ഒരു
പിതൃക്കളാണ് അമാവസു എന്ന് പേരായിട്ടുള്ള ഒരു പിതൃവിനെ ഈ അച്ഛോദയ്ക്ക് ഇഷ്ടമായി. അങ്ങനെ ഇഷ്ടപ്പെട്ട ആ സമയമാണ്, അത് നല്ലൊരു സമയമല്ലായിരുന്നു, അതുകൊണ്ട് അമാവാസി എന്ന് പറയുന്ന സമയം അന്നാന്ന് പറയും. ഈ അച്ഛോദ അമാവസുവിനെ ഇഷ്ടപ്പെട്ട മുഹൂർത്തം അല്ലെങ്കിൽ പ്രണയിച്ച മുഹൂർത്തത്തിനാണ് അമാവാസി എന്ന് പറയുന്നത്. അപ്പം ആ ദിവസം ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഒരു തപസ്സിനെ മുടക്കിയ ഒരു ദിവസമായിപ്പോയി. അതുകൊണ്ടാണ് അമാവാസിക്ക് ഇത്ര ഒരു ദോഷം പറയുക. ശരിക്കും എന്താ 1000 വർഷം നീണ്ടു നിന്നതായിട്ടുള്ള തപസ്സാണ്. ആ തപസ്സിനെ മുടക്കിയത് ആരാണ്? ഈ അമാവസുവാണ്. ഈ അമാവസു വന്ന് തൻ്റെ ആ പ്രൗഢഗാംഭീര്യമായിട്ടുള്ള ശരീരപ്രകൃതിയിൽ നിന്നും ആകൃഷ്ടയായിട്ടുള്ള അച്ഛോദ. അപ്പൊ ഈ തപസ്സിനെ മുടക്കുവാൻ വേണ്ടിയിട്ടാണ് അമാവസു അവിടെ വന്നത്. ആ മുഹൂർത്തമാണ് അമാവാസി എന്ന് പറയുന്നു. അപ്പം എന്നിട്ട് അതുകൊണ്ട് എന്തായി, ആ തപസ് മുടങ്ങി, അച്ഛോദ യോഗഭ്രഷ്ടയായി. പിന്നീട് 28ാമത്തെ ചതുർയുഗത്തില് ഒരു നീചകുലത്തിൽ വന്ന് പെടും എന്നുള്ള രീതിയിൽ അതിന് ശാപം കിട്ടിയെന്നാണ് പറയുന്നത്. ഈ യോഗഭ്രഷ്ടയിൽ നിന്നും ഒരു നീചകുലത്തിൽ വന്ന് പെടും. എന്നിട്ടോ നീചകുലത്തിൽ വന്നാലും നിന്റെ തപസ്സിന്റെ മഹത്വങ്ങളെ കൊണ്ട് പരാശര മഹർഷിയിൽ നിന്നും ഒരു ബാദരായണൻ എന്നു പേരായിട്ടുള്ള വേദവ്യാസൻ, അല്ലെ? ബാദരായണൻ എന്നുള്ളൊരു പേര് നമ്മൾ എന്തുകൊണ്ട് കിട്ടിയെന്നൊക്കെ നമ്മൾ പറഞ്ഞു, അല്ലേ? ശുഗോൽപത്തിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു. അപ്പൊ ആ ബാദരായണൻ എന്ന പേരിൽ ജനിക്കുമെന്നും അദ്ദേഹം വേദങ്ങളെ വിഭജനം ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അന്ന് അനുഗ്രഹിച്ചിരുന്നു ഈ അച്ഛോദയെ. അപ്പൊ അതുപോലെ ഈ സത്യവതിയുടെ വരവ്, പിന്നീട് അതിനുശേഷം ശന്തനുവിൻ്റെ ഭാര്യയായിട്ട് പത്നിയായിട്ട് വന്ന് 2 കുട്ടികളുണ്ടാകും. പിന്നീട് ഭൂമിയിൽ ഈ 3 ലോകങ്ങളിലും, ഭൂമിയിലും അതുപോലെ പിതൃലോകത്തും നീ അറിയപ്പെടും. ഭൂമിയിൽ എങ്ങനെ അറിയപ്പെടുന്നത്? ഭൂമിയിൽ സത്യവതിയാണെങ്കിൽ പിതൃലോകത്ത് അഷ്ടക എന്നുള്ള പേരിൽ നിന്നെ അറിയപ്പെടും. ഈ സത്യവതിയും ഈ അഷ്ടകയും തന്നെയാണ് പിന്നീട് അച്ഛോദം എന്നു പേരായിട്ടുള്ള നദിയായിട്ട് ഒഴുകിപ്പോയത് എന്നുള്ള ഒരു കഥ മത്സ്യപുരാണത്തില് ഈ സത്യവതിയെ കുറിച്ചും പറയുന്നു. അപ്പം ഈ സത്യവതിയുടെയും പരാശര മഹർഷിയുടെയും പുത്രനായിക്കൊണ്ട് വേദവ്യാസ മഹർഷി അവിടെ ജനിച്ചു എന്ന് പറയാം. ഇനി വീണ്ടും മഹാഭാരതത്തിലൊരു കഥ പറയുന്നുണ്ട്. നരനാരായണ അംശത്തില്, ആ നാരായണ അംശത്തിൽ ഉള്ള ആളാണ് വേദവ്യാസൻ എന്ന് പറയുകയാണ്. അതായത് നാരായണ അംശത്തിലെ അപാന്തരതമസ് എന്ന പേരായിട്ടുള്ള ഒരു ഋഷിവര്യന്റെ പുനർജന്മമാണ് വേദവ്യാസൻ എന്നും, അതുപോലെ അവിടെ ഭോ എന്നുള്ളൊരു ശബ്ദത്തിൽ നിന്നും സാരസ്വതൻ എന്നു പേരായിട്ടുള്ള കുട്ടികൾ ഉണ്ടായി എന്നൊക്കെ ആ വേദവ്യാസനെ കുറിച്ച് പറയുന്നു. എന്തായാലും നമുക്ക് ഇതാണ് ആ പരാശര മഹർഷിയും വേദവ്യാസ മഹർഷിയുടെയും സത്യവതിയുടെയും മഹത്വങ്ങളെ കുറിച്ച് നമ്മൾ ഇതര പുരാണങ്ങളിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കിയെന്ന് മാത്രം. ഭാഗവത്തിൽ ഒട്ടും പറയുന്നില്ല. ഭാഗവത്തിൽ ഒരൊറ്റ ശ്ലോകമേ ഉള്ളൂ. ദ്വാപരേ സമനുപ്രാപ്തേ തൃതീയേ യുഗപര്യേ ജാതഃ പരാശരാൽ യോഗി വാസവ്യാം കലയാഹരേ. കൃതയുഗത്തിൽ നിന്നും ദ്വാപരയുഗം, കൃതയുഗത്തിൽ നിന്നും ത്രേതായുഗം, ത്രേതായുഗത്തിൽ നിന്നും ദ്വാപരയുഗം, ദ്വാപരയുഗത്തിൽ നിന്നും കലിയുഗം. ആ കലിയുഗത്തിലേക്ക് ആരംഭിക്കുന്ന സമയത്തുള്ള സന്ധ്യയ്ക്കുന്ന സമയത്താണ് വേദവ്യാസ മഹർഷിയുടെ ജനനം എന്ന് പറയുന്നു. അപ്പം ഇനി ആ 15ാമത്തെ ശ്ലോകം നോക്കാം. സകദാചിൽ സരസ്വത്യാ ഉപസ്പൃശ്യ ജലം ശുചി വിവിക്തദേശ ആസീന ഉദിതേ രവിമണ്ഡലേ. ഇനി വേദവ്യാസ മഹർഷിയുടെ ആശ്രമം എവിടെയാണ് എന്ന് നോക്കാം. ബ്രഹ്മപുത്ര എന്നുള്ള നദിയിലെ, ആ നദിയുടെ അടുത്തൂടെ ഒഴുകുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ സരസ്വതീ നദിയുടെ അടുത്ത് ചമ്യാപ്രാസം എന്നു പേരായിട്ടുള്ള ആശ്രമമായിരുന്നു വേദവ്യാസ മഹർഷിയുടെ ആശ്രമം. അവിടെ ധാരാളം ലന്തക്കുരുകൾ, ലന്ത വൃക്ഷം ധാരാളം ഉള്ളതുകൊണ്ട് ലന്ത വൃക്ഷത്തിനെ ബദരി എന്നാണ് സംസ്കൃതത്തിൽ പറയുക. അതുകൊണ്ട് ബദരീഷണ്ഡമണ്ഡിതേ, ബദരി ആശ്രമം എന്നും ഈ
ശമ്യാപ്രാസത്തിന് വേദവ്യാസ മഹർഷിയുടെ ആശ്രമത്തിന് പറയുന്നുണ്ട്. അത് ഈ ലന്തക്കുരുകൾ ധാരാളം അവിടെ ഉള്ളതുകൊണ്ടാണ്. അവിടെ കഥാചിത് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ സരസ്വത്യ ഔപസ്പൃശ്യ ജലം ശുചി വിവിക്തദേശ ആസീന ഉദിതേ രവിമണ്ഡലേ. ആ സരസ്വതി നദിയിൽ ഇറങ്ങി കുളിച്ച് ശുചി വരുത്തിക്കൊണ്ട് വിവിക്തദേശ ആസീന ഉദിതേ രവിമണ്ഡലേ, ആ ശമ്യാപ്രാസത്തിൽ വന്ന് ഈ വേദവ്യാസ മഹർഷി ലോക നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ലോകത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ തപസ് അല്ലെങ്കിൽ ഇരുന്നു. അവിടെ സുഖമായിട്ട് അവിടെ ഇരുന്നു. എന്നിട്ടോ ആ വേദവ്യാസ ഉദിതേ രവിമണ്ഡലേ, ഉദിച്ചു വരുന്ന സൂര്യൻ ഉദിച്ചു വരിക എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിങ്കൽ. ആ പ്രഭാതത്തിൽ രാവിലെ കുളിച്ച് ആ ആശ്രമത്തിൽ വന്നിരുന്ന് ചിന്തിക്കുകയാണ് ലോകത്തെക്കുറിച്ച്. അല്ലേ, നമ്മൾ പറഞ്ഞു സ്വാമി ഈ സന്യാസിമാരും അല്ലെ ഭക്തന്മാരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ശിവായ ലോകസ്യ ഭവായ ഭൂതയെ യ ഉത്തമ ശ്ലോകപരായണാജനാഹ. ഭക്തന്മാർക്ക് ഒന്ന് മാത്രമേ ചിന്തയുള്ളൂ, എന്താണ്? ലോക നന്മ. അതുപോലെ തന്നെ ഭവായ ഭൂതായ, എല്ലാ ജീവജാലങ്ങളുടെയും ശ്രേയസിന് വേണ്ടിയിട്ടും ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നവരാണ് ഭക്തന്മാർ. അപ്പൊ വേദവ്യാസ മഹർഷി തൻ്റെ ആശ്രമത്തിൽ ഇരുന്ന് ധ്യാനിക്കുകയാണ് ലോകത്തെക്കുറിച്ച്. എന്നിട്ട് പറഞ്ഞു 16ാമത്തെ ശ്ലോകം നോക്കാം. പരാവരഞ്ഞ സർഷി കാലേന അവ്യക്തരം ഹസ യുഗധർമ്മവ്യതികരം പ്രാപ്തം ഭുവി യുഗേ യുഗേ. എന്നിട്ട് പറയുകയാണ് അവിടെ ഈ കലിയുഗമായി കഴിഞ്ഞപ്പോഴേക്കും പരാവരഞ്ഞസ ഋഷി എന്ന് പറഞ്ഞാൽ, പരാവരഞ്ഞസ എന്ന് പറഞ്ഞാൽ ത്രികാലജ്ഞാനിയായിട്ടുള്ള അല്ലെ, ഭാവിയെക്കുറിച്ചും ഭൂതത്തെക്കുറിച്ചും വർത്തമാനത്തെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ആളാണ് വേദവ്യാസ മഹർഷി. ജ്ഞാനികൾക്കത് സാധിക്കും അല്ലേ, നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള വേദവ്യാസ മഹർഷി പരാവരഞ്ഞസ ഋഷി കാലേന അവ്യക്തരം ഹസ, ഈ കാലത്തിന്റെ പോക്കിനെ കുറിച്ച്, അവ്യക്തമായിട്ടുള്ള കാലത്തിന്റെ പോക്കിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, എന്താണ് ജഗത്ത്, കാലം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ജഗത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ജവേന ഗച്ഛതി, മിന്നി മറിഞ്ഞു പോകും. നമ്മൾ നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് ഓരോ നിമിഷങ്ങളും, അല്ലെങ്കിൽ കാലം എന്ന് പറയുന്നത് അല്ലെ സമയമാണ്. അപ്പൊ ഈ ജഗത്തും കാലവും ഒക്കെ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ജഗത്ത് പെട്ടെന്ന് മിന്നി മറിയുന്ന ഈ കാലത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു ആര്? വേദവ്യാസ മഹർഷി. യുഗധർമ്മവ്യതികരം പ്രാപ്തം ഭുവി യുഗേ യുഗേ. ഈ കലിയുഗത്തെ കുറിച്ച് അല്ലെങ്കിൽ കലിയുഗ ധർമ്മത്തെക്കുറിച്ച്, ആ കലിയുഗ ധർമ്മത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള അപര്യാപ്തമായിട്ടുള്ള ദോഷങ്ങളെക്കുറിച്ച് ചിന്തിച്ച് എന്താണ് അതിനൊരു പ്രതിവിധി എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഇരുന്നു ആര്? വേദവ്യാസ മഹർഷി. ആ കലിയുഗത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? ആ ഭൗതിക വസ്തുക്കളുടെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ആ ഭൗതികതയിലുള്ള ജനങ്ങളുടെ ആയുസ് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമിയിൽ കലഹങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ഭക്ഷ്യവസ്തുക്കൾ കുറവായിക്കൊണ്ടിരിക്കുന്നു. അല്ലേ, നമുക്കൊക്കെ നല്ല അനുഭവമാണ്. ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള പോഷകമായിട്ടുള്ള എല്ലാ വസ്തുക്കളുടെയും ഒരു ക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കലിയുഗം. പോഷക ആഹാരങ്ങൾ വേണ്ട രീതിയിൽ ജനങ്ങളിലേക്ക് എത്തുന്നില്ല. ഇതൊക്കെ കലിയുഗത്തിന്റെ മാലിന്യങ്ങളിൽപ്പെട്ടതാണ്. അപ്പൊ ഈ മാലിന്യങ്ങളെ എങ്ങനെ മാറ്റാൻ സാധിക്കും എന്ന് വേദവ്യാസ മഹർഷി അവിടെ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ജ്യോതിഷന്മാരായിട്ടുള്ളവര് അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രജ്ഞന്മാര് സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം ഒക്കെ എപ്പോഴാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് അവരെ ഭാവിയിലൂടെ ഭാവിയെക്കുറിച്ച് അവർ പറയും. ഗ്രഹങ്ങളുടെ നിലനിൽപ്പും ഗ്രഹങ്ങളുടെ ഗതിക്കനുസരിച്ചും എന്നാണ് സൂര്യഗ്രഹണം, എന്നാണ് ചന്ദ്രഗ്രഹണം എന്നൊക്കെ വ്യക്തമായിട്ട് അവർ സൂചിപ്പിക്കുന്നത് പോലെ ഇവിടെ ധർമ്മശാസ്ത്രാദി ഗ്രന്ഥങ്ങൾ അപഗ്രഥിച്ചിട്ടുള്ള വേദവ്യാസ മഹർഷി ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് പറയുകയാണ്. ഇനി എന്തായിരിക്കും കലിയുഗത്തിൽ ഉള്ള ജനങ്ങൾക്ക് പരിഹാരമായിട്ട് ചെയ്യേണ്ടത്, എന്താണ് വേണ്ടത് എന്നതിനെ കുറിച്ച്
ആലോചിച്ചുകൊണ്ടിരുന്നു ആ ശമ്യാപ്രാസത്തിൽ. ഭൗതികാനാം ച ഭാവാനാം ശക്തിഹ്രാസം ച തകൃതം. 17ാമത്തെ ശ്ലോകം. അശ്രദ്ധധാനാൻ നിസ്സത്വാൻ ദുർമേധാൻ ഹ്രസിതായുഷ. അത് തന്നെയാണ് അവിടെയും പറയുന്നത്. ഭൗതികാനാം ച ഭാവാനാം ശക്തിഹ്രാസം ച തകൃതം. ഈ ഭൗതികമായിട്ടുള്ള വസ്തുക്കൾക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള ദോഷങ്ങൾ, ആയുസ് കുറയുക, ജനങ്ങളുടെ, ജീവജാലങ്ങളുടെ, പ്രകൃതിയുടെ എല്ലാം ഉൾപ്പെടും അതിനകത്ത്. ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ശോച്യാവസ്ഥയെ, ശക്തി കുറയുന്നതിന്റെ അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് അശ്രദ്ധധാനാൻ നിസ്സത്വാൻ ദുർമേധാൻ ഹൃസിതായുഷ. സാത്വിക ധർമ്മത്തിന് അല്ലെങ്കിൽ സാത്വിക ഗുണത്തിന് യാതൊരുവിധ പ്രാധാന്യവും കൊടുക്കാതെ രജോ ഗുണ തപോ ഗുണങ്ങൾക്ക് അധീനപ്പെട്ടുകൊണ്ട്, അതാണ് നിസ്സത്വാൻ, സാത്വികമായിട്ടുള്ള ധർമ്മങ്ങൾ അവിടെ ഒന്നുമില്ലാണ്ടാകുന്ന ആ ഒരു അവസ്ഥയിൽ ഹ്രസിതായുഷ, ആയുസ്സില്ലാണ്ടാകുന്നു. ഉള്ള ആയുസ്സിൽ തന്നെ എന്താണ്, സാത്വിക ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നില്ല. ഇങ്ങനെയുള്ള ജനങ്ങൾക്ക് എന്താണ് ഒരു മാർഗം എന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണ് വേദവ്യാസ മഹർഷി. ആ വിശാല ഹൃദയത്വം നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ നമുക്ക് മനസ്സിലായി അല്ലേ? സത്യം പരം ധീമഹി. ആ നിസ്വാർത്ഥത, ആ നിഷ്കളങ്കത, ആ ലോകത്തെക്കുറിച്ചുള്ള ഒരു ആലോചനയായിരുന്നു അത്. അപ്പം അവിടെ എന്നിട്ട് പറയുകയാണ്, ദുർഭഗാംശ്ച ജനാൻ വീക്ഷ്യ മുനിർദിവ്യേന ചക്ഷുഷ സർവവർണാശ്രമാണാം ദധ്യൗ ഹിതമമോഘദൃക്. ആ അമോഘദൃക്കായിക്കൊണ്ടുള്ള വേദവ്യാസ മഹർഷി ദുർഭഗാംശ ജനാൻ വീര്യ, ഈ ജനങ്ങളുടെ ഒരു ദൗർഭാഗ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്, ആ ദൗർഭാഗ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മുനിർ ദിവ്യേന ചക്ഷുഷ, തൻ്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് ചിന്തിച്ചു. സർവവർണാശ്രമാണാം ദധ്യോ ഹിതമമോഘദൃ. വർണ്ണ ആശ്രമധർമ്മങ്ങളെ വേണ്ട രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കണം. ആ ആശ്രമധർമ്മങ്ങൾ വേണ്ട രീതിയിൽ ജനങ്ങളിൽ കാണാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു അപചയം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് എന്തു ചെയ്തു? ചാതുർഹോത്രം കർമ്മശുദ്ധം പ്രജാനാം വീക്ഷ്യ വൈദികം വ്യദധാൽ യജ്ഞസന്തത്യൈ വേദമേകം ചതുർവിധം. നമ്മൾ പറഞ്ഞു വർണ്ണാശ്രമ ധർമ്മങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഈ 4 വർണ്ണങ്ങളെയും ആ വർണ്ണങ്ങളുടെ അടിസ്ഥാനം പറഞ്ഞു. അറിവിന്റെ മഹത്വങ്ങളെ കൊണ്ടാണ് അന്ന് ബ്രാഹ്മണരായിട്ട് ഒരു വിഭാഗം ആളുകളെ മാറ്റി നിർത്തി. അതിലും ആ അറിവിന്റെ തട്ട് താന്നു വന്നപ്പോഴേ ക്ഷത്രിയരായിട്ട് മാറ്റി നിർത്തി, വൈശ്യരായിട്ട് മാറ്റി നിർത്തി, ആ ശൂദ്രരായിട്ട് മാറ്റി നിർത്തി. ഒരേ ആൾക്കാർ തന്നെ അല്ലേ? മനുഷ്യന് എന്താണ് അവിടെ മതവിഭേചനമല്ല അവിടെ ഉണ്ടാക്കിയത്. പിന്നെ എന്തായിരുന്നു ഉണ്ടാക്കിയത്? അവിടെ എന്താണ്? അവിടെ ഓരോരോ ക്ലാസ്, ഓരോരോ തട്ടുകളാക്കി മാറ്റുകയായിരുന്നു. അറിവിന്റെ അടിസ്ഥാനത്തിൽ, കുലത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അവിടെ അറിവിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ മാറ്റി. നമ്മൾ 4 വിഭാഗമായിട്ട് മാറ്റിയെങ്കിലും പിന്നീട് എന്തായി? ഈ ജ്ഞാനികളായിട്ടുള്ള ഒരു വിഭാഗമായി കഴിഞ്ഞപ്പോഴേക്കും അവരിൽ നിന്നും പിന്നീട് അതിനൊരു സാഹചര്യങ്ങൾ കൂടുതൽ അല്ലേ? സത്വധർമ്മങ്ങൾ, സാത്വിക ഗുണത്തെ കൂടുതലായിട്ട് അനുഭവിക്കുന്നവരാണ് ജ്ഞാനികൾ. ആ ജ്ഞാനികളിൽ അവരുടെ എന്താണ് സംവദിക്കൽ കൊണ്ട് അവരിൽ നിന്നുണ്ടാകുന്ന കുട്ടികൾ അവർക്ക് എളുപ്പമാകുന്നുണ്ട്. എന്താണ്? ഈ ജ്ഞാനികളാകുവാൻ എളുപ്പമാകുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു 30% മാത്രമേ നമുക്ക് ബ്രാഹ്മണരെ കുലത്തിന്റെ അടിസ്ഥാനത്തിൽ കാണാൻ സാധിക്കുകയുള്ളൂ. അതിന് സാഹചര്യങ്ങൾ കൂടുതലാണ്, നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? കാരണം അവരുടെ ജീവിത സാഹചര്യങ്ങൾ മുഴുവൻ അതുപോലെ തന്നെയാണ്. ക്ഷത്രിയരായാലും വൈശ്യരായാലും ശൂദ്രരായാലും എല്ലാവരും ആ ഗുണത്തിന്റെ അടിസ്ഥാനത്തിനനുസരിച്ച്, അതെ, ആദ്യം സത്വഗുണത്തെ കൂടുതൽ ആ സാത്വിക ഗുണത്തിലൂടെ ജീവിക്കുന്നവർ ബ്രാഹ്മണരാണെങ്കിൽ
അവരുടെ മക്കളും എന്താണ് ആ സാത്വിക ഗുണത്തിലൂടെയാണ് അവർ വളർന്നു വരുന്നത്. പക്ഷേ ആ ബ്രാഹ്മണന് വേണ്ടതായിട്ടുള്ള നിഷ്ഠകളെ പൂർണ്ണമായിട്ട് പാലിച്ചിട്ടില്ല എങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് ആ ജ്ഞാനികളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. രജോ ഗുണത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ് ക്ഷത്രിയർക്ക്. ശൂദ്രരാകുമ്പോഴത്തേക്കും തമോ ഗുണത്തിനായി പ്രാധാന്യം. ഈ ഗുണങ്ങളെല്ലാം ആരിലുണ്ട്? ഈ നമ്മളുടെ മനുഷ്യരിൽ തന്നെയുണ്ട്. നമ്മൾ പലതവണ നമ്മൾ അത് പറഞ്ഞു. ഈ ഭാഗവതത്തിന്റെ ശൈലി തന്നെ അതാണ്. ഈ ഗ്രന്ഥം എന്തിനു വേണ്ടിയിട്ടാണ് ശരിക്ക്? ഒരു മനുഷ്യനെ ഒരു മനുഷ്യത്വത്തോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുക. അത് തന്നെയാണ് ഭാഗവതം. അതിൽ നമ്മൾ മനുഷ്യനെ ഭക്തൻ എന്ന് നമ്മൾ പുരാണത്തോടുകൂടി അല്ലെങ്കിൽ ഭക്തിയോടുകൂടി ഭക്തൻ എന്ന് പറയുന്നു, മനുഷ്യത്വത്തെ ഭക്തി എന്ന് പറയുന്നു. ഇത്ര വ്യത്യാസമുള്ളൂ. അപ്പൊ ഈ മനുഷ്യനിൽ ഉണ്ടാകുന്ന ഓരോ ഈ ബ്രാഹ്മണരും വൈശ്യരും ശൂദ്രരും ക്ഷത്രിയനും ഒക്കെ ഈ മനുഷ്യന്റെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പൊ സത്വഗുണത്തിലേക്ക് എത്തിയാൽ നമുക്ക് ബ്രാഹ്മണനാകാൻ സാധിക്കും. പിന്നെ തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിലേക്കും, രജോ ഗുണത്തിൽ നിന്നും സത്വഗുണത്തിലേക്കും, സത്വഗുണത്തിൽ നിന്നും നിർഗുണത്തിലേക്ക് എത്തുക. ഇത് തന്നെയാണ് നമ്മളുടെ ലക്ഷ്യവും. അത് തന്നെയാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അത് തന്നെയാണ്. എന്താണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്? താൻ തന്നെക്കുറിച്ച് തന്നെ അറിയുക. അതാണ് ജീവിതം. അപ്പം ഒരു മനുഷ്യൻ മനുഷ്യത്വം എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഭാഗവതം ചെയ്യുന്നത്. എത്ര ബ്രാഹ്മണരായിക്കോട്ടെ, എത്ര ജ്ഞാനികളായിക്കോട്ടെ, അവരൊക്കെ ചിലപ്പോൾ ക്ഷത്രിയരാവും, ചിലപ്പോൾ വൈശ്യരാവും, അല്ലേ? നമ്മളത് ധാരാളം നമ്മൾ ചർച്ച ചെയ്തതാണ് കഴിഞ്ഞ ദിവസം. വിദ്യയെക്കുറിച്ച്, ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ചർച്ച ചെയ്തതാണ്, അല്ലേ? വർണ്ണാശ്രമ ധർമ്മങ്ങളും അതുപോലെ ഈ 4 പുരുഷാർത്ഥങ്ങളെയും, പിന്നെ ഏതാണ് വർണ്ണാശ്രമ ധർമ്മങ്ങള്, 4 പുരുഷാർത്ഥങ്ങള്, വർണ്ണങ്ങള്, ഇത് 3 നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞതാണ്, അല്ലേ? ബ്രഹ്മചര്യം നമ്മൾ നോക്കുമ്പോൾ ബ്രാഹ്മണരാകുമ്പോൾ ധർമ്മത്തിന് കൂടുതൽ പ്രാധാന്യം വരുന്നു. ധർമ്മത്തെ വേണ്ട രീതിയിൽ ആ ജ്ഞാനം സമ്പാദിച്ചവരാണ് ബ്രാഹ്മണര്. ബ്രഹ്മചര്യ ആശ്രമത്തിന്റെ സമയത്ത് നമ്മൾ ആ ധർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു. അവിടെ എന്താണ് ധർമ്മം? അപ്പം ധർമ്മം, അതുപോലെ തന്നെ ബ്രഹ്മചര്യം, ഇവര് 3ഉം ഒരേപോലെ ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ആശ്രമം ഏതാണ്? ബ്രഹ്മചര്യം കഴിഞ്ഞാൽ ഗാർഹസ്ഥ്യം, അല്ലേ? ബ്രാഹ്മണർ കഴിഞ്ഞാൽ ക്ഷത്രിയര്. ഈ നമ്മളിൽ തന്നെയുണ്ട്. ഈ ക്ഷത്രിയരും എല്ലാവരിലും ഉണ്ട്. ഈ ക്ഷത്രിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ അധർമ്മത്തിലൂടെ ഭരണപരിപാലനത്തെ ചെയ്യുന്നു. അല്ലെങ്കിൽ എന്താണ്? ആ പരശുരാമൻ സ്വാമികളിൽ നിന്നും ആ ധർമ്മത്തിനെ ഇല്ലാണ്ടാക്കിയത് എങ്ങനെയാണ്? അധാർമികമായിട്ട് ബ്രാഹ്മണരുടെ ആജ്ഞയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാതിരുന്നപ്പോഴാണ് അവിടെ അധർമ്മത്തെയാണ് അവിടെ ഇല്ലാണ്ടാക്കിയത്. അപ്പം നമ്മളിൽ ഉണ്ടാകുന്ന രജോ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ക്ഷത്രിയൻ തന്നെയാണ്. കാമം, അവിടെ ധർമ്മം, അർത്ഥം. എന്തിനാണ് ഈ ക്ഷത്രിയനാകുന്നത് നമ്മൾ? അപ്പോൾ ക്ഷത്രിയനാകുമ്പോൾ നമ്മൾ ധർമ്മത്തെ, ബ്രഹ്മചര്യത്തിൽ നിന്നും പഠിച്ചതായിട്ടുള്ള ധർമാധർമ്മങ്ങളെ കുറിച്ച് പഠിച്ചതിന് ശേഷം അടുത്ത ആശ്രമം ഏതാണ്? ഗാർഹസ്ഥ്യം. അപ്പൊ ഈ ഗാർഹസ്ഥ്യത്തിലേക്ക് പോകുമ്പോൾ കുറച്ച് പോരാട്ടങ്ങളൊക്കെ വേണം, അല്ലേ? ഗാർഹസ്ഥ്യം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ സത്വഗുണത്തിന് തന്നെയല്ല, രജോ ഗുണത്തിനായിരിക്കും കൂടുതൽ പ്രാധാന്യം. ഭാര്യ ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, എല്ലാവരും കൂടി കൂടുമ്പോഴേക്കും അവിടെ ഗുണമിശ്രിതമാണ് അവിടെ ഉണ്ടാകുക. ആ രജോ ഗുണത്തെ പോരാടിക്കൊണ്ട്, അല്ലേ? എന്താ ക്ഷത്രിയരുടെ ഇതാണല്ലോ, അധർമ്മത്തിനെതിരെ പോരാടി ധർമ്മത്തെ ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ക്ഷത്രിയരുടെ ധർമ്മം. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. രണ്ടാമത്തെ ആശ്രമം ഗാർഹസ്ഥ്യത്തിലേക്ക് കടക്കുമ്പോഴേക്കും നമ്മൾ എല്ലാവരെയും, അല്ലെങ്കിൽ ഈ ഗൃഹം നമ്മൾ പരിപാലിക്കുന്ന സമയത്ത് പല പോരാട്ടങ്ങളും നമുക്ക് വേണ്ടിവരും. ആ പോരാട്ടങ്ങളിൽ എന്ത് വേണം? ആ ബ്രഹ്മചര്യത്തിൽ നിന്നും ബ്രാഹ്മണരിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ള ധർമ്മത്തെ മനസ്സിലാക്കിക്കൊണ്ട് അധർമ്മത്തെ ഇല്ലാണ്ടാക്കി ധർമ്മത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് വേണം നമ്മൾ ഗാർഹസ്ഥ്യം നോക്കുവാൻ എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം എങ്ങോട്ടാ പോകുന്നത്? പിന്നെ പോകുന്നത് വൈശ്യൻ. അടുത്ത ആശ്രമം ഏതാണ്? വാനപ്രസ്ഥം, അല്ലേ? ധർമ്മം, അർത്ഥം, കാമം. വാനപ്രസ്ഥത്തിന് പോകുമ്പോൾ എന്ത് ചെയ്യണം? ഈ കാമത്തെ ജയിക്കാൻ നമുക്ക് സാധിക്കണം. കാമത്തെ ജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വാനപ്രസ്ഥത്തിന് പോകാൻ സാധിക്കൂ. അവിടെ ചിലതൊക്കെ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും.
60 വയസ്സാകുമ്പോഴേക്കും എന്താണ്, തൻ്റെ മടിക്കുത്തിൽ നിന്നും അലമാരിയുടെ താക്കോല് തൻ്റെ മകന് കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. എല്ലാം ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാവണം. കാമത്തെ ജയിക്കാൻ നമുക്ക് തയ്യാറാവണം. കാമം പൂർത്തീകരിക്കാൻ നമ്മൾ തയ്യാറാവുക. ഓക്കെ, പിന്നെ എന്താണ്, പിന്നെ അടുത്തതായിരുന്നു. അപ്പം വൈശ്യൻ കഴിഞ്ഞു. ഇനി ശൂദ്രൻ. ശൂദ്രന്റെ സ്ഥാനം എവിടെയാണ്? ഭഗവാന്റെ പാദങ്ങളിലാണ് ശൂദ്രന്റെ സ്ഥാനം. ഈ ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും വൈശ്യരെയും ഒക്കെ സഹധർമ്മത്തിനായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ അവരെയൊക്കെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ശൂദ്രന്റെ ജോലി. എങ്ങനെയാണ് ഈ ശൂദ്രൻ അസിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്? ബ്രാഹ്മണരായാലും ക്ഷത്രിയരായാലും വൈശ്യരായാലും ഇവരൊക്കെ ഗുണത്തിന് അടിസ്ഥാനമായിട്ട് നിൽക്കുന്നവര്. ആ തൃപ്പാദ സേവ എന്താണോ അതാണ് ശൂദ്രന്റെ പ്രവൃത്തി. ആ ശൂദ്രന്റെ പ്രവൃത്തി തൃപ്പാദ സേവ, ഭഗവത് ആരാധന, ഇതൊക്കെ നമ്മളുടെ ഉള്ളിലും ഉണ്ടാവണം എന്നർത്ഥം. നമ്മൾ ബ്രാഹ്മണനായിട്ടിരിക്കുമ്പോഴും ക്ഷത്രിയനായിട്ടിരിക്കുമ്പോഴും വൈശ്യനായിട്ടിരിക്കുമ്പോഴും ഒക്കെ ഈ പാദസേവ, ഭഗവാനെ ഉള്ള ധ്യാനം, അല്ലെങ്കിൽ ഈ തൻ്റെ ബോധത്തെക്കുറിച്ചുള്ള മനസ്സിലാക്കല്, നമ്മളെക്കുറിച്ചുള്ള മനസ്സിലാക്കല് അപ്പോഴൊക്കെ വേണം നമുക്ക്. അവസാനം എന്തായി? അവസാനത്തെ ആശ്രമം ഏതാണ്? സന്യാസം. ഈ സന്യാസാശ്രമം ആകുമ്പോഴേക്കും നമ്മളിതാ ഈ ബ്രാഹ്മണര് ക്ഷത്രിയര് വൈശ്യരെ ഒക്കെ വിട്ടു, ബ്രഹ്മചര്യം വിട്ടു, അർഹസ്യം വിട്ടു, വാനപ്രസ്ഥം വിട്ടു, സന്യാസം. മോക്ഷമാണ് അടുത്ത പുരുഷാർത്ഥം. അല്ലേ? ഇത് മൂന്നും ബന്ധപ്പെട്ടാണത്. വീണ്ടും അപ്പോൾ ആ പാദസേവ മാത്രമായിട്ട് അങ്ങ് ഒതുങ്ങി തീരുന്നു. ആ ശൂദ്രന്റെ പ്രവൃത്തി മാത്രമായിട്ട്. അപ്പം ശൂദ്രനാണ് ഏറ്റവും പ്രധാനം ശരിക്കും പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൽ. ഒരു ശൂദ്രനാകാനാണ് ബുദ്ധിമുട്ട്. അപ്പം അങ്ങനെയുള്ള വർണ്ണ ആശ്രമങ്ങളെ മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ചാതുർഹോത്രം കർമ്മശുദ്ധം പ്രജാനാം വീക്ഷ്യവൈദികം. അവിടെ വേദത്തിലൂടെ കർമ്മത്തെ ശുദ്ധമാക്കുവാൻ വേണ്ടിയിട്ട് വേദവ്യാസ മഹർഷി പ്രജകൾക്ക് വേണ്ടിയിട്ട് വ്യദഥാൽയജ്ഞസന്തത്യൈ വേദമേകം ചതുർവിധം, ഒന്നായിട്ട് കിടന്ന വേദത്തെ 4ആയിട്ട് തരംതിരിച്ചു എന്നർത്ഥം. 4ആയിട്ട് തിരിക്കുക എന്ന് പറയുമ്പോൾ ഈ വേദം 4ഉം കൂടെ കൂടുമ്പോഴാണ് വേദം ആകുന്നത്. യഥാർത്ഥമായിട്ടുള്ള വൈദിക കർമ്മങ്ങൾക്ക് നമുക്ക് 4 വേദങ്ങളും അത്യാവശ്യമാണ്. ഇന്ന് എങ്ങനെയോ നമ്മളുടെ പൂർവികരുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണോ അഥർവവേദത്തിന് പ്രാധാന്യം തീരെ കുറവാണ് ഈ കേരളത്തിലൊക്കെ. താന്ത്രികമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ അഥർവവേദത്തിന് കുറവ്. അത് എന്താണ് അതിൽ നിന്ന് മാറ്റിയതെന്ന് ചോദിച്ചാൽ, അഥർവവേദത്തിനാണ് മന്ത്രവാദ വിഷയങ്ങളിലൊക്കെയുള്ള ആഭിചാര കർമ്മങ്ങളുടെയൊക്കെ ആ മന്ത്ര സാന്നിധ്യങ്ങളെയൊക്കെ പറയുന്നത് അഥർവവേദത്തിലായതുകൊണ്ട് അതിനെ മാറ്റി നിർത്തിയിരിക്കുന്നു. മാറ്റി നിർത്താനുള്ളതല്ല. ഈ 4 വേദങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഋഗ്വേദം എന്ന് പറയുന്നത് സ്തുതികളാണ്. ഇന്ദ്രൻ, അഗ്നി, യമൻ, വായു, വരുണൻ തുടങ്ങിയതായിട്ടുള്ള ദേവന്മാരെ സ്തുതിക്കുന്ന സ്തുതികളാണ് കൂടുതലും. ബഹുക്കളായിട്ടുള്ള ഋക്കുകളോട് കൂടിയതാണ്. ഏറ്റവും കൂടുതൽ ഋക്കുകളുള്ളത് ഋഗ്വേദത്തിലാണ്. പിന്നീട് യജുർവേദം. യജുർവേദത്തിലെ ജ്ഞാനകാന്ഡം അല്ലെ കർമ്മകാന്ഡത്തെക്കുറിച്ച് പറയുന്നു. ആ യജുർവേദത്തിലെ കർമ്മകാന്ഡങ്ങളിൽ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഋക്കുകളെയാണ് ഋഗ്വേദത്തിൽ പറയുന്നത്. അപ്പം ഋഗ്വേദം മനസ്സിലാക്കിയതിന് ശേഷം വേണം യജുർവേദത്തിലേക്ക് കടക്കുവാൻ. പിന്നീടുള്ള സാമവേദം. സാമവേദത്തില് ഉപാസനയ്ക്കായിട്ടുള്ള സ്തുതികൾ, അതിലും സ്തുതികൾ കൂടുതൽ. സ്തുതികളുമുണ്ട്, ഉപാസന മന്ത്രങ്ങളും കൂടുതലുണ്ട്. വേദത്തെ ത്രയി എന്നുള്ള ഒരു രീതിയിൽ വേദത്തെ നമ്മൾ വിളിക്കാറുണ്ട്. എന്താണ് ത്രയി? ത്രികാണ്ഡ വിഷയോ വേദ എന്ന് പറയും. 3 കാണ്ഡങ്ങൾ അടങ്ങിയതാണ് വേദം. ജ്ഞാനകാന്ഡം, ഉപാസനാകാന്ഡം, കർമ്മകാന്ഡം. അപ്പൊ ഈ 3 കാണ്ഡങ്ങളെയും അധികരിച്ചാണ് ഏത്? ഋഗ്വേദം, യജുർവേദം, സാമവേദം. ഏതൊക്കെയാണ്? അപ്പം ജ്ഞാനകാന്ഡത്തിനെ അധികരിച്ചുകൊണ്ട് ഋഗ്വേദം, ഋക്കുകളെ കുറിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, പഠിക്കുക. ഈ പഠിച്ചതിനെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുവാൻ വേണ്ടി യജുർവേദം. യജുർവേദത്തിലാണ് കർമ്മകാന്ഡങ്ങളെ കുറിച്ച് പറയുന്നത്. യാഗാദി വിഷയങ്ങള്, ഹോമങ്ങള്, ഇതെല്ലാം യജുർവേദികളാണ് കഴിക്കേണ്ടതെന്ന് പറയും. ഇപ്പൊ ഞങ്ങളുടെ താന്ത്രികമായിട്ടുള്ള കലശ കാര്യങ്ങൾക്കൊക്കെ യജുർവേദം
മനസ്സിലാക്കിയിട്ടുള്ള യാജുഷമായിട്ട് വേണം ഹോമങ്ങളൊക്കെ നടത്താൻ എന്ന് പറയും. പിന്നീട് സാമവേദമാണ് ഉപാസനാകാന്ഡത്തിന് അടിസ്ഥാനം. അപ്പം ഈ 3 കാണ്ഡങ്ങൾക്കും അടിസ്ഥാനമായിട്ടുള്ള ഈ 3 വേദങ്ങളുടെയും എല്ലാത്തിൻ്റെയും കൂടി ഒരു സ്ഥാനമാണ് അഥർവവേദത്തിന്. എന്താണ് അഥർവവേദത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അഥർവവേദത്തിലും ഈ 3 കാണ്ഡങ്ങളിൽ നിന്നും കിട്ടിയിട്ടുള്ള അറിവിനെ വെച്ചുകൊണ്ട് എങ്ങനെ ലോക നന്മയ്ക്കായിട്ട് ലോകോപകാരത്തിന് വേണ്ടിയിട്ട് വേദങ്ങളെ അനുശാസിക്കാൻ അല്ലെങ്കിൽ ആ കർമ്മങ്ങളെ ചെയ്യേണ്ട വിധികളെ കുറിച്ചാണ് അഥർവവേദത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഥർവവേദം. ഈ ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുള്ള സ്തുതികളും അല്ലെങ്കിൽ ആ മന്ത്രങ്ങളും യജുർവേദത്തിലെ കർമ്മകാണ്ഡങ്ങൾ കർമ്മം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് യജുർവേദത്തിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് സാമവേദത്തിലൂടെ ഉപാസനയ്ക്കും കൂടി ഈ ഉപാസനയും അല്ലെങ്കിൽ ഈ 3 കാണ്ഡങ്ങളായിട്ടുള്ള ജ്ഞാനകാണ്ഡവും കർമ്മകാണ്ഡവും ഉപാസനാകാണ്ഡങ്ങളും എങ്ങനെ ലോക നന്മയ്ക്കായിട്ട് ലോകത്തിലേക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ക്രിയകൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് അഥർവവേദത്തിൽ കാണിക്കുന്നത്. എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്ന് കാണിക്കുന്നതാണ് അഥർവവേദം. അപ്പം ഈ 4 വേദങ്ങളും കൂടെ കൂടുന്നതാണ് നമ്മളുടെ വിധി നിഷേധങ്ങൾ. നമ്മളുടെ ധർമാധർമ്മങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ 4 വേദങ്ങളെയും കൂടി നമ്മൾ അപഗ്രഥിക്കണം എന്നർത്ഥം. അതിനുവേണ്ടി എന്ത് ചെയ്തു ഇവിടെ? ഋഗ് യജുസ്സാമഥർവാഖ്യാവേദാശ്ചത്വാര ഉദ്ധൃതാഃ ഇതിഹാസ പുരാണം ച പഞ്ചമോ വേദ ഉച്യതേ. അപ്പൊ ഓരോന്നും മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ട് വേദവ്യാസ മഹർഷി എന്ത് ചെയ്തു? ഈ സ്തുതികളെയൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഋഗ്വേദം ഉണ്ടാക്കി. കർമ്മകാണ്ഡങ്ങളെ മനസ്സിലാക്കുവാൻ വേണ്ടി യജുർവേദത്തെ നിർമ്മിച്ചു. ഉപാസനകളെ മനസ്സിലാക്കുവാൻ വേണ്ടി സാമവേദത്തെ നിർമ്മിച്ചു. പിന്നീടോ ഇങ്ങനെ 4 രീതിയിൽ വേദങ്ങളെ മനസ്സിലാക്കിയതിന് ശേഷം ഇതിഹാസ പുരാണം ച പഞ്ചമോ വേദ ഉച്യതേ, 5ാമതൊരു വേദം കൂടി ആ വേദവ്യാസ മഹർഷി നിർമ്മിച്ചു. ഏതാണ്? ഇതിഹാസ പുരാണങ്ങൾ. നമ്മൾ പറഞ്ഞു ഇന്നലെ ഇതിഹാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതി ഇഹ ആസീത്, നടന്നതായിട്ടുള്ള ചരിത്ര കഥകളിലൂടെ ഭഗവത് ഭക്തന്മാരുടെ കഥകളിലൂടെ ആ ധർമാധർമ്മങ്ങളെ കാണിച്ചു തരുന്നതാണ് ഇതിഹാസങ്ങളും പുരാണങ്ങളും. എന്താണ് പുരാണം എന്ന് പറഞ്ഞാല്? പുര അപി നവം, എന്നും പുതുമയായിക്കൊണ്ടിരിക്കുക, അതാണ് പുരാണം എന്ന് പറയുന്നത്. എപ്പോൾ എടുത്ത് നമ്മൾ ഭാഗവതം എടുത്താലും മഹാഭാരതം എടുത്താലും ഏത് പുരാണങ്ങളായാലും എടുത്തു കഴിഞ്ഞാലും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കും, നമുക്ക് തോന്നും ഈ വേദവ്യാസ മഹർഷി ഇന്നത്തെ കാലത്തേക്ക് വേണ്ടിയാണോ ഈ പുരാണം ഗ്രഹിച്ചത് എന്ന് പറയും എന്ന് തോന്നും നമുക്ക്. അപ്പൊ എന്നും കാരണം എന്താണ്? ആത്യന്തികമായിട്ടുള്ള സത്യത്തെ നിലനിർത്തിക്കൊണ്ടാണ് ഏത് പുരാണങ്ങളും എഴുതിയിട്ടുള്ളത്. അതെന്നും എന്താണ്? അറിയും തോറും അതിൻ്റെ പവിത്രത കൂടിക്കൊണ്ടിരിക്കും. സ്വാദു പദേ പദേ, അറിയുന്തോളും അതിൻ്റെ തിളക്കം കൂടിക്കൊണ്ടിരിക്കും പുരാണങ്ങളുടെ. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിഹാസ പുരാണം ച പഞ്ചമോ വേദ ഉച്യതേ, 5ാമതൊരു വേദവും കൂടി ആ വേദവ്യാസ മഹർഷി ജനങ്ങൾക്കായിട്ട് സമർപ്പിച്ചു. എന്താണ്? ഇതിഹാസം, പുരാണങ്ങള്. കാരണം ഈ വേദങ്ങൾ വേണ്ട രീതിയിൽ ജനങ്ങളിലേക്ക് എത്താതെ വന്നു കഴിഞ്ഞപ്പോഴേക്കും സാധാരണ ജനങ്ങളെ, കലിയുഗത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് വേദവ്യാസന് അറിയാം എന്താണ്? മന്ദ സുമന്തമതയോ മന്ദഭാഗ്യാഹ്യുപദ്രുതാഃ, മന്ദന്മാരായിരിക്കും. മന്ദന്മാരെന്ന് പറഞ്ഞാൽ ബുദ്ധി കുറവുള്ളവരെന്നുള്ളതാണ് അർത്ഥം, അല്ല അലസന്മാരായിരിക്കും എന്നർത്ഥം, മടിയന്മാരായിരിക്കും. സുമന്തമതയോ അതായത് നല്ല മന്ദ ബുദ്ധികളായിരിക്കും. മന്ദമതി എന്ന് പറഞ്ഞാൽ എന്താണ്? മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി. അപ്പൊ സുമന്തമതയോ നല്ല മന്ദബുദ്ധികളായിരിക്കും. മന്ദഭാഗ്യാഹ ഭാഗ്യം കുറഞ്ഞവരായിരിക്കും. ഉപദ്രുതാഹ ഉപദ്രവകാരികളായിരിക്കും, കലഹപ്രിയന്മാരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ മഹാഭാരതം തുടങ്ങിയതായിട്ടുള്ള ഇതിഹാസങ്ങള്, മഹാഭാരതം വരെയാണ് എഴുതിയത്. 17 പുരാണങ്ങളും മഹാഭാരതവും രചിച്ചു. ആ ജനങ്ങൾക്ക് അവരുടെ ലളിതമായുള്ള ഭാഷയിലേക്ക് എന്തിനു വേണ്ടിയിട്ട്? മനുഷ്യനാവാൻ വേണ്ടിയിട്ട്, മതത്തിന്റെ പേരിൽ വലിച്ചു കീറുവാൻ വേണ്ടിയിട്ടല്ല, ഓരോ മനുഷ്യനെയും തുറന്ന് സ്നേഹിക്കുവാൻ വേണ്ടിയിട്ട്.
എല്ലാവരുടെയും ഉള്ളിലുള്ള ഈ ഈശ്വര ചൈതന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹിക്കാൻ വേണ്ടിയിട്ട്, ഒരു മനുഷ്യനായിട്ട് നീ ജീവിക്കുവാൻ വേണ്ടിയിട്ട് ആ മഹാഭാരതത്തെ 1,00,000 ശ്ലോകത്തോടു കൂടിയിട്ടുള്ള മഹാഭാരതത്തെ കാഴ്ചവെച്ചു. ആര്? വേദവ്യാസ മഹർഷി. 21-ാമത്തെ ശ്ലോകം നോക്കാം. തത്ര ഋഗ്വേദധര പൈല സാമഗോ ജൈമിനി കവി വൈശമ്പായനയേ വൈകോ നിഷ്ണാതോ യജുഷാമുത. ഇനി അവിടെ ഓരോ വേദങ്ങളും ഓരോരോ ശിഷ്യന്മാർക്ക് നൽകി എന്നാണ് പറയുന്നത്. അവിടെ ആർക്കൊക്കെയാണ് കൊടുത്തത്? ഋക്ക്, യജുസ്, സാമം, അഥർവം. അത് 4 പേർക്കായിട്ട് വീതിച്ചു കൊടുത്തു എന്ന് പറയുകയാണ് അവിടെ. ആരൊക്കെയാണ് 4 പേര്? പൈല, സാമഗോ, ജൈമിനി കവി. പൈലൻ, പിന്നെ പൈലൻ, ജൈമിനി, വൈശമ്പായനൻ, അതുപോലെ സുമന്തു. ഇങ്ങനെ 4 പേർക്കായിക്കൊണ്ട് ഈ ഋക്ക്, യജുസ്, സാമം, അഥർവം 4 വേദങ്ങളും 4 ശിഷ്യന്മാർക്കായിട്ട് ഉപദേശിച്ചു. അപ്പൊ ഈ ശിഷ്യന്മാരെ 4 ദിക്കുകളിലേക്കായിട്ട് പറഞ്ഞു വിട്ടു ഇതിനെ പ്രചരിപ്പിക്കുവാൻ വേണ്ടിയിട്ട്. എന്നിട്ടോ വൈശമ്പായന ഏവൈകോ നിഷ്ണാതോ യജുഷാമുത. ഈ 4 പേർക്കായിട്ട് ഋഗ്വേദം ആർക്കാണ് കൊടുത്തത്? പൈലന് കൊടുത്തു. പിന്നെ യജുർവേദം ആർക്കാണ്? ജൈമിനിക്ക് കൊടുത്തു. സാമവേദം ആർക്കാണ്? വൈശമ്പായന് കൊടുത്തു. അഥർവവേദം ആർക്കാണ് കൊടുത്തത്? സുമന്തുവിന് കൊടുത്തു. ഇങ്ങനെ 4 ശിഷ്യന്മാരെ ഏൽപ്പിച്ച് 4 ദിക്കുകളിലേക്കും ഇതിന്റെ പ്രചാരണം ആരംഭിച്ചു. അഥർവാംഗിരസാമാസി സുമന്തുർദാരുണോ മുനി ഇതിഹാസ പുരാണാനാം പിതാമേരോ മഹർഷണ. എന്നിട്ട് പറയാണ്, അഥർവ വേദത്തിലെ മന്ത്രങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാവുന്നതായിട്ടുള്ള സുമന്തുവിനാണ് അഥർവവേദത്തെ കൊടുത്തത്. പിന്നെയോ 5-ാമത്തെ വേദമായിട്ടുള്ള ഇതിഹാസ പുരാണാനാം പിതാമേരോ മഹർഷണ. ആ 5-ാമത്തെ വേദമായിട്ടുള്ള ഇതിഹാസവും പുരാണങ്ങളും ഒക്കെ ആർക്കാണ് പറഞ്ഞു കൊടുത്തത്? രോമഹർഷണൻ എന്ന് പേരായിട്ടുള്ള എൻ്റെ അച്ഛനാണ് പറഞ്ഞു കൊടുത്തത് എന്ന് ആ സൂതൻ, ഉഗ്രശ്രവസ് എന്ന് പേരായിട്ടുള്ള സൂതൻ ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുത്തു. അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. രോമഹർഷണൻ എന്നുള്ളൊരു പേരാണ് ഉഗ്രശ്രവസിന്റെ അച്ഛൻ്റെ പേര്. അപ്പൊ ആ രോമഹർഷനാണ് ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും ഒക്കെ ഉപദേശിച്ചു കൊടുത്തത് വേദവ്യാസ മഹർഷി. പിന്നീടോ തയേത ഋഷയോ വേദം സ്വം സ്വം വ്യസന്നനേ കഥ ശിഷ്യൈ പ്രശിഷ്യൈ തച്ഛിഷ്യൈർവേദാസ്തേ ശാഖിനോ ഭവൻ. ഇങ്ങനെ ഈ വേദങ്ങളെ ശിഷ്യന്മാരിൽ നിന്ന് അടുത്ത ശിഷ്യന്മാര് ശിഷ്യൈ പ്രശിഷ്യൈ തച്ഛിഷ്യൈ, അല്ലെ? ശിഷ്യന്റെ ശിഷ്യൻ, ആ ശിഷ്യനിൽ നിന്നും പിന്നിലുള്ള ശിഷ്യൻ, പിന്നെ ഓരോരോ ആ ശിഷ്യന്മാരിലൂടെ ഈ വേദങ്ങള് ശാഖകളായിട്ട് മാറി. അവിടെ വേദങ്ങള് 1180 ശാഖയായിട്ട് മാറി. മുണ്ടകോപനിഷത്തില് പറയുന്നു. അതുപോലെ തന്നെ പാണിനിയില് 1000 ശാഖ, 1131 ശാഖ. ഇങ്ങനെ വേദങ്ങള് ധാരാളമായിക്കൊണ്ട് ഇതിനെ വിഭജിച്ചു കഴിഞ്ഞു. ധാരാളം ആൾക്കാരിലേക്ക് എത്തി ഈ വേദം. തയേവ വേദ ദുർമേധൈർധാര്യന്തേ പുരുഷൈര്യഥാ ഏവം ചകാര ഭഗവാൻ വ്യാസഃ കൃപണവത്സല. അങ്ങനെ ജനങ്ങളോടുള്ള ദയാവായ്പിന്റെ, അല്ലെ, ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് തപസ് ചെയ്യുന്ന ആളാണ് വേദവ്യാസ മഹർഷി. അപ്പൊ ജനങ്ങളിലേക്ക് ഈ മനുഷ്യന്റെ അവസ്ഥ എന്താണ് എന്നൊന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ പറഞ്ഞു, വേദം എന്നുള്ളത് എന്താണ് ശരിക്കും? വേദം എന്ന് പറഞ്ഞാൽ അറിവെന്നേ അർത്ഥമുള്ളൂ. എന്തിനെ കുറിച്ചുള്ള അറിവ്? തന്നെ കുറിച്ചുള്ള അറിവ്. താനാണ് ഈശ്വരൻ എന്നുള്ളത് മനസ്സിലാക്കണം. അതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ? തന്നെക്കുറിച്ച് തന്നെ ചിന്തിക്കണം. അപ്പൊ തന്നെക്കുറിച്ച് തന്നെ ചിന്തിക്കണമെങ്കിൽ തൻ്റെ ഉള്ളിലാണ് ഈ ബോധസ്വരൂപൻ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി കൊടുക്കുമ്പോഴേ തന്നെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ആ സ്വന്തം ആത്മ അനാത്മ വിവേകത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട്
അല്ലെങ്കിൽ തൻ്റെ ഉള്ളിലുള്ള ആ ബോധസ്വരൂപനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണയിൽ എത്തുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? വേദവ്യാസ മഹർഷി തൻ്റെ അവസാനത്തെ പരിശ്രമവും കൂടി എന്താണ്? സ്ത്രീ ശൂദ്ര ദ്വിജ ബന്ധൂനാം ത്രയീന ശ്രുതി ഗോചര. ഇവിടെ ത്രയീന്ന് ഉപയോഗിച്ചിരിക്കുന്നു, വേദത്തെയാണ് പറയുന്നത്. ത്രയീന്ന് വേദത്തിന്റെ വേറൊരു ഭാഷയാണ്, പേരാണ്. അപ്പൊ അവിടെ പറയാണ് സ്ത്രീ ശൂദ്ര ദ്വിജ ബന്ധൂനാം. നമ്മൾ ഒരിക്കല് ബ്രഹ്മബന്ധൂന്ന് നമ്മള് ആ ഉദ്ധാലകന്റെ കഥ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു അല്ലേ? ബ്രഹ്മബന്ധൂൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണാധമന്മാരെയാണ് ബ്രഹ്മബന്ധൂന്ന് വിളിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഇതാ പറയാണ് സ്ത്രീ ശൂദ്ര ദ്വിജ ബന്ധൂനാം. സ്ത്രീകളായിട്ടുള്ള സ്ത്രീ ബന്ധു, ദ്വിജബന്ധു, പിന്നെ ശൂദ്രബന്ധു. സ്ത്രീകളിൽ അധമമായിട്ടുള്ളവര്, ശൂദ്രന്മാരിൽ അധമമായിട്ടുള്ളവര്, ദ്വിജന്മാരിൽ അധമമായിട്ടുള്ളവര്. എന്താണ് ഈ അധമമായിട്ടുള്ളവര് എന്ന് പറഞ്ഞാല്? അവരുടെ ഗുണത്തിനനുസരിച്ചുകൊണ്ട് തമോ ഗുണപ്രധാനികളായിട്ട് അവർ വരുമ്പോൾ അവർക്കെന്തായി? ഇത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി അവരുടെ ഉള്ളിലേക്ക് ഉണ്ടാകുന്നില്ല. ഗുണത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ട രീതിയിൽ ഇതിനെ അപഗ്രഥിക്കുവാൻ സാധിക്കുന്നില്ല. വേദങ്ങള്, ഉപനിഷത്തുക്കളെയൊക്കെ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവർക്ക് വേണ്ടിയിട്ടാണ് കർമ്മശ്രേയസി മൂഢാനാം ശ്രേയ ഏവം ഭവേദിഹ ഇതി ഭാരതമാഖ്യാനം കൃപയാ മുനിനാകൃതം. വേദവ്യാസ മഹർഷിയുടെ അപാര കാരുണ്യമാണ് അവിടെ, ജനങ്ങളിലോടുള്ള അപാര കാരുണ്യം കൊണ്ട് എന്തായി? ആ വേദങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാത്ത അധമരായിട്ടുള്ള സ്ത്രീ ശൂദ്ര ദ്വിജന്മാർക്ക് വേണ്ടിയിട്ട് മഹാഭാരതത്തെ നിർമ്മിച്ചു. കൃപയാ മുനിനാകൃതം, കരുണയോടുകൂടി അവിടെ ആ ഭാരതത്തെ നിർമ്മിച്ചു എന്ന് പറയുകയാണ്. അങ്ങനെ നമുക്ക് 25 ശ്ലോകങ്ങൾ വരെ നമ്മൾ എത്തി. ഏകദേശം നമ്മളുടെ ആ സമയത്തിലേക്ക് അടുത്തു. 6:30 സമയം. എന്നോട് പലരും പറയുന്നുണ്ട് തിരുമേനി സമയക്ലിപ്തത നോക്കണം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗം നമുക്ക് ഈ 25ാമത്തെ ശ്ലോകം വരെ ഇന്ന് നമ്മൾ കൂടുതൽ എടുത്തു അല്ലേ? ഇന്ന് വല്ലാതെ വേറൊരു ചർച്ചയിലേക്കൊന്നും പോകാത്തതുകൊണ്ട് നന്നായി. അത്രയൊക്കെ ഉള്ളൂ നമുക്കിന്ന് കൂടുതൽ അതിനെക്കുറിച്ച് അപഗ്രഥിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഇന്ന് നമ്മൾ അപഗ്രഥിച്ചതായിട്ടുള്ളതിനെക്കുറിച്ച് ഒന്ന് അവലോകനം, ചെറിയൊരു അവലോകനം വേണം അല്ലേ? എവിടാണ് തുടങ്ങിയത് നമ്മൾ? പരീക്ഷത്തിന്റെ മഹത്വം അല്ലേ? ഈ അധ്യായം പ്രധാനപ്പെട്ട അധ്യായമാണ് അല്ലേ? നമ്മൾ പറഞ്ഞു ഓരോ ശ്ലോകവും എടുക്കുമ്പോഴേക്കും എത്രയെത്ര കാര്യങ്ങളുടെ നമ്മളെ കാണിച്ചു തരുന്നു. ഭാഗവതം പറഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ സൂതൻ. അപ്പൊ തന്നെ ആ സൂതനോട് പറയാണ് ഭാഗവതം എന്താണെന്ന് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരാം സൂത എന്നും പറഞ്ഞുകൊണ്ട് ആ ശൗനകാദികള് സൂതനോട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഭാഗവതത്തിന്റെ മഹത്വം. എങ്ങനെയാ പറഞ്ഞു കൊടുക്കുന്നത്? വേദവ്യാസ മഹർഷി ആരാണ്? ശ്രീശുബ്രഹ്മർഷി ആരാണ്? ആ ശ്രീശുബ്രഹ്മർഷി ഇത്ര നിർവ്വാണ സമാധിയിലെത്തിയ ശ്രീശുബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്ത ആ ഭാഗവതം ഞങ്ങൾക്ക് അറിയണം. അപ്പൊ അത്ര കണ്ട് ഗൗരവമുണ്ട് ഭാഗവതത്തിന് എന്ന് കാണിക്കുകയാണ് അവിടെ വേദവ്യാസ മഹർഷിയുടെ മഹത്വം അല്ലേ? അങ്ങനെ എന്നിട്ടോ പിന്നീടും പറയുന്നു അല്ലേ പരീക്ഷത്തിന്റെ മഹത്വം. ഭക്തോത്തമനായിട്ടുള്ള പരീക്ഷിത്ത്. അപ്പം ഭക്തോത്തമനായിട്ടുള്ള പരീക്ഷിത്ത് മഹായോഗി സമദൃങ് നിർവികൽപകനായിട്ടുള്ള ശ്രീശുബ്രഹ്മർഷിയോട് ചോദിച്ചാല് എന്തായിരിക്കും അവിടുത്തെ മറുപടി എന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ അത്ര കണ്ട് ഗഹനമായിട്ട് ഗൂഢമായിട്ടുള്ള ഗഹനതലത്തിൽ ഉള്ള ഒരു വാഗ്വാദങ്ങളാണ് അവിടെ ഉണ്ടാകുക. വാഗ്വാദങ്ങളല്ല, സംവാദങ്ങളാണ് അവിടെ ഉണ്ടാകുന്നതെന്നുള്ളത് വ്യക്തമായി ആര് മനസ്സിലാക്കി? ശൗനകാദികൾ മനസ്സിലാക്കി. അങ്ങനെയാണ് അവരുടെ ചോദ്യങ്ങൾ. എന്തിനാണ് ഈ ഒരു രീതിയിൽ അവർ ചോദിക്കുന്നത്? ഇതേ രീതിയിലുള്ള ഒരു അപഗ്രഥനത്തിലൂടെ പഠനത്തിലൂടെ വേണം ഞങ്ങൾക്ക് വേണ്ടത് സൂതൻ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ. ഓക്കെ, പിന്നെ പറഞ്ഞത് എന്താണ്? നമന്തി അൽപ്പാത് നികേതമാത്മന. അതെ, ആ പരീക്ഷത്തിന്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നീട് സൂതൻ ആരംഭിക്കുകയായി. എന്നാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അവിടെ വ്യാസന്റെ ജനനത്തെക്കുറിച്ച് ഒരു ശ്ലോകത്തിൽ സൂചിപ്പിച്ചെങ്കിലും നമ്മൾ അല്ലേ ആ മഹാഭാരതത്തിലൂടെയും മത്സ്യപുരാണത്തിലൂടെയും ആരാണ് വേദവ്യാസൻ എന്നുള്ളതും ആരാണ് ശുഖബ്രഹ്മർഷി എന്നുള്ളതും ആരാണ് സത്യവതി എന്നുള്ളതും ഒക്കെ മനസ്സിലാക്കി തന്നു.
പല ഗ്രന്ഥങ്ങളിലാണെങ്കിൽ പോലും ഈ ബീജം എന്തായാലും അല്ലെ അറിവിന്റെ ബീജമാണെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലായി. കുലത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അറിവിന്റെ അടിസ്ഥാനത്തിൽ. ആ ജ്ഞാനിയുടെ ഒരു ബീജം തന്നെ ആയിരുന്നു വേദവ്യാസൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തന്നു. അതുപോലെ തന്നെ സത്യവതിയുടെയും പരാശര മഹർഷിയുടെയും. പരാശര മഹർഷി ബ്രഹ്മാവിന്റെ പുത്രന്റെ പുത്രനാണ് അല്ലെ. ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള വസിഷ്ഠൻ, വസിഷ്ഠന്റെ പുത്രനായിട്ടുള്ള ശക്തി, ശക്തിയുടെ പുത്രനായിട്ടുള്ള പരാശരൻ. അപ്പം ആ മഹത്വം എങ്ങനെയൊക്കെ ആയാലും അതിൻ്റെ ഉള്ളിൽ കിടക്കും എന്ന് കാണിക്കുകയാണ് അവിടെ. അപ്പോൾ ഇന്ന് കാരണം ഇത് വ്യക്തമായിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് പലരും ഈ ഒരു കുലത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലേ വെറുതെ മതം എന്ന് പറഞ്ഞുകൊണ്ട് മുക്കുവർക്കും മുക്കുവനായിട്ടുള്ള വേദവ്യാസനാണ് വേദത്തെ രചിച്ചത്, പിന്നെ എന്തുകൊണ്ടാണ് ഇതിൻ്റെ പേരിൽ ബ്രാഹ്മണരെ ക്ഷത്രിയരെ എന്ന് പറഞ്ഞുകൊണ്ട് കലഹിക്കുന്നത്? അതാണോ ഇവിടെ ഉണ്ടായത്? അല്ല, ആ ജ്ഞാനിയുടെ ബീജം തന്നെയാണ് ഈ വേദവ്യാസൻ. അതാണ് അല്പശ്രുതാൻ വേദ അഹം മാം പ്രഹരിഷ്യതി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ വേദവിഭജനം തന്നെ എങ്ങനെയാണ്, അല്ലെങ്കിൽ വർണ്ണാശ്രമ വിഭജനം തന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അറിവിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് ഈ നിസാരമായിട്ടുള്ള അല്ലെങ്കിൽ അജ്ഞതയുടെ പുറകില് നമ്മൾ ഈ മതത്തിന്റെ പേരിൽ നമ്മൾ തമ്മിൽ തല്ലുകയാണ്. ഈ തമ്മിത്തല്ലിൽ ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് വേദത്തെ തന്നെ ഇവിടെ വ്യസിച്ചത്. അല്ലെങ്കിൽ വേദത്തെ വേദവ്യാസ മഹർഷി വേദത്തെ ഒന്ന് നാലാക്കി മാറ്റിയതിൻ്റെ ഈ ഒരു കലഹം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മനുഷ്യനാകാൻ വേണ്ടിയിട്ടാണ് വേദവ്യാസ മഹർഷി മനുഷ്യനായിട്ടേ കണ്ടിട്ടുള്ളൂ. ആ മനുഷ്യത്വത്തിന് വേണ്ടിയിട്ടാണ് വേദവ്യാസ മഹർഷി ഈ വേദത്തെ ഇവിടെ നിർമ്മിച്ചത്. അപ്പം അത് വേണ്ട രീതിയിൽ നമ്മൾ അപഗ്രഥിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കിയില്ല എങ്കിൽ എന്താണ്, ഇതിൻ്റെ പേരിൽ വെറുതെ കലഹം ഉണ്ടാവും എന്ന് പറയുകയാണ്. കരികാലത്തിൻ്റെ ഒരു മഹത്വമാണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് അനുസ്മരിച്ചത് അതൊക്കെയാണ്. പിന്നീട് ത്രികാലജ്ഞാനിയായിട്ടുള്ള വേദവ്യാസ മഹർഷി എന്താണ് ഈ കലിയുഗത്തെക്കുറിച്ച് ചിന്തിച്ചെന്നും അല്ലേ, കലിയുഗത്തിൽ ഉണ്ടാവുന്ന ദോഷങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചു. അവിടെ ശക്തി കുറഞ്ഞു വരുന്നു. ഇങ്ങനെയുള്ള ദുർഭകന്മാരായിട്ടുള്ള ജനങ്ങൾക്ക് എന്ത് ആണ് തനിക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ള രീതിയിൽ ചിന്തിച്ച് ആ വേദം, മനുഷ്യത്വത്തിന് വേണ്ടിയിട്ട് വേദത്തെ നിർമ്മിച്ചു. ആ വേദത്തെ കണ്ടെടുത്ത് അതിനെ 4 വിഭജിച്ച് 4 ശിഷ്യന്മാർക്കായിട്ട് പകുത്തു കൊടുത്തു. ഇങ്ങനെ അതിൽ നിന്നും എന്താണ് സ്ത്രീ ശൂദ്ര ദ്വിജ ബന്ധൂനാം, അവിടെ സ്ത്രീകളെന്നല്ല അവിടെ പറയുന്നത്, സ്ത്രീ ബന്ധു, അധമ ആയിട്ടുള്ള സ്ത്രീകൾക്ക്, അധമരായിട്ടുള്ള ദ്വിജന്മാർക്ക്, അധമരായിട്ടുള്ള ശൂദ്രന്മാർക്ക് എന്നാണ് അവിടെ പറയുന്നത്. തെറ്റിദ്ധരിക്കുകയാണ് പലരും, ഇതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാറുണ്ട്. പെണ്ണുങ്ങൾക്കും അതുപോലെ തന്നെ നായന്മാർക്കും വേദം അധികരിച്ചിട്ടില്ല, അങ്ങനെയല്ല അവിടെ പറയേണ്ടത്. അധമമായിട്ടുള്ള എന്ന് പറയുന്നത് ബന്ധു എന്ന് പറയുന്നുണ്ട് അവിടെ. ആ രീതിയിലും പറയും. ചില ആചാര്യന്മാരുടെ അങ്ങനെയല്ല പറയുന്നത്. ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസിക ശാരീരികമായിട്ടുള്ള എന്താണ് ഘടനയ്ക്ക് അനുസരിച്ച്, അവരുടെ ജ്ഞാനത്തിനനുസരിച്ച് വേദം അവർക്ക് പ്രാപ്യമല്ല. ശൂദ്രര് അവരുടെയും ഇതെല്ലാം ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. തമോ ഗുണപ്രധാനികളായിട്ടുള്ളവരാണ് ശൂദ്രര്. അതുകൊണ്ടാണ് അവരിൽ വേദത്തെ അവർക്ക് വേണ്ട രീതിയിൽ എത്താത്തത്. ഇത് വേണ്ട രീതിയിൽ, ഈ വേദം വേണ്ട രീതിയിൽ മനസ്സിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? അത് സാത്വികമായിട്ട് ജീവിക്കുന്ന ആ ഒരു ജ്ഞാനികൾക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ബ്രാഹ്മണരിൽ തന്നെ ഇത് നിലനിൽക്കാൻ കാര്യം. അതിൻ്റെ സാഹചര്യങ്ങൾ മുഴുവൻ അവർക്കാണ്, അതിൻ്റെ യോഗ്യതകളാണത്. അതിപ്പോൾ ശൂദ്രന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ വളർന്നിരുന്നുള്ളവരും അവരും ഇതേ രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ എന്താണ്? ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ കലഹം ചെയ്യാൻ വേണ്ടിയുള്ള ആ മനസ്സിലാക്കൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കലഹം ചെയ്യാൻ വേണ്ടിയുള്ള മനസ്സിലാക്കലേ ഉണ്ടാവുകയുള്ളൂ. ആർക്കും നിഷേധിച്ചിട്ടില്ല വേദം. വേദം എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. പക്ഷെ അതിന് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു മാനസിക തലത്തിലേക്ക് നമ്മൾ ഉയരാൻ നമ്മൾ തയ്യാറാവണം. അല്ലാതെ നമ്മൾ തമോ ഗുണപ്രധാനികളായിട്ടുള്ള മാംസാഹാരവും മറ്റും അല്ലെങ്കിൽ തമോ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലൂടെ നമ്മൾ വേദത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് നമുക്കുണ്ടാവുക? അതേ രീതിയിലുള്ള വികാരമാണ് നമുക്ക് തിരിച്ചുണ്ടാവുക. അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പ്രകൃതിയോടുള്ള ക്ഷോഭത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു.
പ്രകൃതിയെ എങ്ങനെയാണോ ശുദ്ധമായിട്ട് നമ്മൾ അതിനെ പരിചരിക്കുന്നത്, അങ്ങനെ പരിചരിക്കുമ്പോൾ അതേ രീതിയിലുള്ള ശുദ്ധമായിട്ടുള്ള രീതിയിൽ നമുക്ക് അതിൻ്റെ പ്രതികരണം കിട്ടും. അല്ല, നമ്മുടെ കലുഷിതമായിട്ടുള്ള മനസ്സോടുകൂടിയാണ് എങ്കിൽ അതിനെ പരിചരിക്കുന്നതെങ്കിൽ പ്രകൃതി ക്ഷോഭമായിട്ട് തന്നെ അതും തിരിച്ചിങ്ങോട്ട് പ്രതിഫലിക്കും. അത് തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് സാത്വിക ഗുണപ്രധാനികളാണ് കൂടുതലും വേദത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറയാൻ കാര്യം അത് തന്നെയാണ്. ക്ലിയർ? ഓക്കെ. ഇനിയിപ്പോൾ ഇന്ന് നമുക്ക് ചോദ്യം വേണം അല്ലേ? 3 ചോദ്യം വേണം. ഏതൊക്കെയാണ് വേണ്ടത്? അഞ്ചാമത്തെ വേദം ഏതാണ്? എളുപ്പമുള്ള ചോദ്യമാണ്. എന്നാലും ആൾക്കാർ തീരെ കുറവാണ് കമൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഉത്തരം എഴുതുന്നവർ തീരെ കുറവാണ്. എല്ലാവരും ഉത്തരം എഴുതണം. അഞ്ചാമത്തെ വേദം ഏതാണ് വ്യാസൻ വ്യസിച്ചത്? 1. 2, അവിടെ ഏത് നദീതീരത്തായിരുന്നു വ്യാസന്റെ ആശ്രമം? വ്യാസന്റെ ആശ്രമത്തിന്റെ പേര് എല്ലാം ഒറ്റ ആൻസറാണ്, അല്ല ഒറ്റ വാക്ക് ആൻസറാണ്. വ്യാസന്റെ ആശ്രമത്തിന്റെ പേരെന്താണ്? പിന്നെ ഇനി ആ ആശ്രമം ഏത് നദീതീരത്തായിരുന്നു? 3ാമത്തെ ചോദ്യമാണ് ഏതാണ് 5ാമത്തെ വേദമായിട്ട് വേദവ്യാസ മഹർഷി ജനങ്ങൾക്കായിട്ട് സമർപ്പിച്ചത്? ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം എല്ലാവരും പങ്കുവെക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ സത്സംഗം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ചെറിയ ഒരു അറിയിപ്പുണ്ട്. അപ്പം ചെറിയൊരു അറിയിപ്പ്, കാരണം ലോക്ക്ഡൗണിൻ്റെ ഏകദേശമൊക്കെ ഇതെല്ലാം ഞാൻ കുറേശ്ശെ പൂജകൾക്കൊക്കെ പോയി തുടങ്ങി. അതുപോലെ തന്നെ പൂജകൾക്ക് പോയി തുടങ്ങിയില്ല, ഈ കർക്കിടക മാസം കഴിഞ്ഞാലേ പോയി തുടങ്ങുള്ളൂ. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ശനിയാഴ്ച, വെള്ളി, ശനി 2 ദിവസങ്ങളിൽ പൂജ എനിക്കുള്ളത് കൊണ്ട് നമ്മളുടെ സമയത്തിനൊരു ചെറിയൊരു മാറ്റം, എല്ലാവരും ഒന്ന് സഹകരിക്കണം എന്ന് പറയുകയാണ്. എപ്പോഴാണ്? ഉച്ചയ്ക്ക് 2:30 തൊട്ട് 4 മണി വരെയാണ്. ഇനി ശനിയും വെള്ളിയും ശനി നാളെ ഈ സമയത്ത് തന്നെയാണ്, 5 മണിക്കാണ്. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 2:30 മുതൽ 4 മണി വരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. വെള്ളിയാഴ്ച നിങ്ങൾക്ക് ചിലപ്പോൾ ഓഫീസുള്ളവരൊക്കെ ഉണ്ടാവും, അവർ മാത്രം ഒന്ന് പിന്നീട് സമയം പോലെ ഇത് ശ്രദ്ധിക്കുക. ബാക്കിയുള്ളവരൊക്കെ ആ സമയത്ത് തന്നെ ലൈവിൽ വരിക. കാരണം ലൈവിൽ വരുമ്പോൾ എനിക്ക് നിങ്ങളെ കാണുമ്പോഴാണ് സുകുമാരേട്ടനൊക്കെ വളരെയധികം സന്തോഷത്തോടുകൂടി കേട്ട് അഭിപ്രായങ്ങൾ എഴുതുന്നവരാണ്. അപ്പോൾ അതുപോലെ തന്നെ മിനി ഹരിദാസ്, ശാരദ, സ്മിത, ലേഖ എസ് നായർ, ധാരാളം ആൾക്കാർ. അപ്പോൾ അവരൊന്നും മടിക്കരുത്. അവരൊക്കെ വന്നാൽ നിങ്ങൾ വരുമ്പോഴേ എനിക്ക് കൂടുതൽ ചിന്തകൾ ഉണ്ടാവുകയുള്ളൂ. കണ്ടോട് പറയുമ്പോഴേ നമുക്ക് കൂടുതൽ ചിന്തയുണ്ടാവുകയുള്ളൂ. തീർച്ചയായിട്ടും 2:30 to 4 വെച്ചിരിക്കുന്നത്. അപ്പം പരമാവധി എല്ലാവരും അതിന് സഹകരിക്കുക. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും 2:30 തൊട്ട് 4 മണി വരെ ആയിരിക്കും. നാളെ 5 മണിക്ക് തന്നെയായിരിക്കും. ഇനി നാളെ 5 മണിക്ക് തന്നെയാണ്. വെള്ളി ശനി മാത്രം 2:30 തൊട്ട് 4 മണി വരെയാണ് നമ്മൾ ഈ ഭാഗവത സത്സംഗം വേണമെന്ന് വിചാരിക്കുന്നത്, അല്ലേ? ഭഗവാനാണെല്ലാം നടത്തേണ്ടത് എന്ന് മോഹിക്കുന്നു, അത്രമാത്രം. അപ്പം ഇന്നത്തെ നമുക്ക് ഈ യജ്ഞം അല്ലെങ്കിൽ ഈ ഒരു ഇന്നത്തെ സത്സംഗം ഭഗവാന്റെ പാദങ്ങളിലും ഗുരുനാഥൻ്റെ പാദങ്ങളിലും ധാരാളം ഭക്തോത്തമന്മാരും ഭക്തോത്തമകളായിട്ടുള്ളവരുടെ പാദങ്ങളിലും സമർപ്പിക്കാം. സത്സംഗങ്ങളെ കൊണ്ട് നമുക്ക് കിട്ടേണ്ടത് വേറൊന്നുമല്ല. നമ്മളുടെ ഈ 3 രീതിയിലുള്ള മനോവാകർമ്മങ്ങൾ, അല്ലേ? മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തികളും കൊണ്ട്, അല്ലെ, കർമ്മങ്ങളെ കൊണ്ടും ശരീരങ്ങളെ കൊണ്ടും ചെയ്യുന്ന കർമ്മങ്ങളിൽ ഒരു ശുദ്ധത ഉണ്ടാവണം. സത്യത്തെ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. അതിന് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഈ ബ്രഹ്മസ്വരൂപമായിട്ടുള്ള പ്രത്യക്ഷ കൃഷ്ണനായിട്ടുള്ള ഭഗവാന്റെ ആ അപാരകാരുണ്യമായിട്ടുള്ള ശ്രീമദ് ഭാഗവതം, അല്ലെ? പ്രത്യക്ഷ കൃഷ്ണനായിട്ടുള്ള ഭാഗവതത്തിൻ്റെ ദിവ്യനാമമായിട്ടുള്ള സത്യം പരം ധീമഹി എന്നുള്ളൊരു നാമത്തെ നമുക്ക് 3 പ്രാവശ്യം ഉച്ചരിക്കാം. അതിൽ ചോദ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, ഒന്ന് ശ്രദ്ധിച്ചോളുക. 1ാമത്തെ ചോദ്യം എന്തായിരുന്നു?
വേദവ്യാസ മഹർഷിയുടെ ആശ്രമം ഏത്? ഒറ്റ വാക്കാണ്. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? രണ്ടാമത്തെ ചോദ്യം അഞ്ചാമത്തെ വേദം ഏതാണ് അല്ലേ? രണ്ടാമത്തെ ചോദ്യം അതാണോ? ഏതാ, ഞാൻ ഓർക്കുന്നില്ലല്ലോ. ഒന്നാമത്തെ ചോദ്യം വേദവ്യാസ മഹർഷിയുടെ ആശ്രമം ഏതാണ്? അതെ, ഒന്നാമത്തെ ചോദ്യം വേദവ്യാസ മഹർഷിയുടെ ആശ്രമം ഏതാണ്. പിന്നെ രണ്ടാമത്തെ ചോദ്യം അതെ, സുകുമാരേട്ടൻ എഴുതി കാണിച്ചു. ഏത് നദീതീരത്താണ് ഈ ആശ്രമം ഇരിക്കുന്നത്? ഇനി മൂന്നാമത്തേത് എന്താണ്? മൂന്നാമത്തേത് അഞ്ചാമത്തെ വേദം ഏതാണ്? ഇങ്ങനെ 3 ചോദ്യങ്ങളുടെ ഉത്തരമാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ എന്തായാലും നമ്മളെ സമയം പോയി. ആ ദിവ്യനാമം നമുക്ക് ജപിക്കാം. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി തന്നെ ഇനി നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരണം. ഈ സത്സംഗങ്ങളെ കൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിനൊരു മാറ്റം ഉണ്ടാവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി. പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാഃ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേത്. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.